വിശുദ്ധ റമദാൻ കഴിഞ്ഞ് പുതിയ മുത്തല്ലിമുകളടക്കം അധ്യയന വർഷം ആരംഭിച്ചു. വ്യത്യസ്ത ക്ലാസ്സുകളിലേക്ക്, പുതിയ കിതാബുകളിലേക്ക് മുത്തല്ലിമുകൾ പ്രവേശിക്കുകയാണ്. ഒരേ സമയം വലിയൊരു സൗഭാഗ്യവും വലിയ ഉത്തരവാദിത്വം കൂടിയാണല്ലോ ഇൽമിൻ്റെ വഴിയിൽ സഞ്ചരിക്കാൻ കഴിയാവുന്നത്. ഒരു മഹാഭാഗ്യം ലഭിക്കുന്ന ഒരാൾ അവർ സമയത്തെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സമയത്തെ എങ്ങനെയാണ് ഒരു മുത്താലിം ഉപയോഗപ്പെടുത്തേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വനശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വമൻ ഇഖ്തദാ ബിഹദീഹിം ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്തഉഹു യഖ്തഉക. സമയം എന്നത് ഒരു വാളാണ്, അതിനെ നീ മുറിച്ചില്ലേ നിന്നെ അത് മുറിക്കും എന്ന് പറഞ്ഞതായി പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. സമയം എന്നത് നമ്മുടെ റേസുമാലാണ്. സമയം തീർന്നാൽ നമ്മൾ തീർന്ന്, ആകെ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അത് ഓരോ സെക്കൻഡിലും ഐസ് കട്ട ഉരുകിത്തീരുന്നത് പോലെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വരില്ല, അത് പിന്നെ വേറൊരു സെക്കൻഡാണ്. അങ്ങനെ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. അതിനിടയിലാണ് നമ്മൾ എല്ലാ സംഗതികളും ചെയ്തു തീർക്കേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ആളുകൾ കൂടുതൽ ചിന്തിക്കാത്തതുകൊണ്ട്, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ചിന്തിക്കാത്തതുകൊണ്ട് ഞാൻ ഇത്ര വർഷം ജീവിച്ചു, ഞാൻ ഇന്നത് ഭൗതികമായി സമ്പാദിച്ചു എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുകയാണ്. വാസ്തവത്തിൽ അവൻ അറിയുന്നില്ല, അവൻ്റെ ജീവിതം അത്രയും കഴിഞ്ഞു പോയി, അനുഭവിക്കാനുള്ള സമയം വളരെ കുറവായി എന്നുള്ളതാണ്. നമ്മൾ തന്നെ ഒരു വർഷം തികയുമ്പോൾ ഒരു ആഹ്ലാദമൊക്കെ നടത്തുന്നവരുണ്ട്. അവർ ചിന്തിക്കുന്ന ഒരു കൊല്ലം കഴിഞ്ഞ് കിട്ടിയല്ലോ എന്നാ. വാസ്തവത്തിൽ അവൻ്റെ ആയുസ്സിൽ നിന്നൊരു കൊല്ലം കുറഞ്ഞു, അവൻ കൂടുതൽ മരണത്തിലേക്ക് അടുത്തു എന്നാണ്. ആ വകയിൽ സന്തോഷിക്കുകയല്ലോ വാസ്തവത്തിൽ വകുപ്പുള്ളത്, ആ വകയിൽ ചിന്തിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു പോലത്തെ ആളുകൾ അവരുടെ കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ ഔലാ മാ ഉൻഫിഖത്ത് ഫീഹി നഫായിസുൽ ഔഖാത്ത്, വില പറയാൻ കഴിയാത്തതാണ് സമയം, അത് ചിലവഴിക്കാൻ ഏറ്റവും നല്ല സൽക്കർമ്മം അൽ ഇസ്തിഖാല ബിൽ ഇൽം, ഇൽമു കൊണ്ട് ജോലിയാകലാണ്, ഇൽമുമായി ബന്ധപ്പെടലാണ് എന്ന് പറയാൻ കാരണം അതാണ് സമയം. മിൻ അഫ്ളലി ത്വാആത്ത്, ഏറ്റവും ബഹുമാനമുള്ള അമലും സമയം ചെലവഴിക്കാൻ ഏറ്റവും പറ്റിയ സംഗതി അത് ഇൽമു കൊണ്ട് ഒരാൾ ഇൽമുമായി ബന്ധപ്പെടലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സമയത്തെ സംബന്ധിച്ചുള്ള ഒരു ബോധം നമ്മുടെ വിദ്യാർത്ഥികളിൽ ശരിക്കും വരേണ്ടതുണ്ട്. സമയം നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ചൊരു ബോധമില്ലാത്തത് കൊണ്ടാണ് പലരുടെയും സമയം അങ്ങനെ കഴിഞ്ഞു പോകുന്നു. അവരുടെ യുവത്വം വരുന്നു, അവർക്ക് പ്രാരാബ്ധങ്ങളൊക്കെ വരുന്നു. അതുപോലെ ഉള്ള സമയം കളിയും തിരിയും തമാശയും ഒക്കെ ആയിട്ടൊക്കെ പോകുന്നു. സംഗതി അറിവ് നേടാനും അറിവനുസരിച്ച് പ്രവർത്തിക്കാനും മാത്രം സാധിക്കുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി ലക്ഷ്യം നേടാതെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നതൊരു സങ്കടകരമായൊരവസ്ഥയാണ്. അതുകൊണ്ട് മുതഅല്ലിമീങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് സമയം ക്രമീകരിക്കണം. ആ ക്രമീകരണ പ്രകാരം അവരോരോന്നിനും സമയം കണ്ടെത്തി അതിൽ ചെലവഴിക്കുകയും വേണം. രാവിലെ ദർസ് തുടങ്ങി വൈകുന്നേരം വരെ ഉസ്താദിൻ്റെ അടുക്കൽ ഓതുക എന്നുള്ളതാണ് നമ്മളെ സിസ്റ്റം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സമയം അതാണ് ഒരു മുത്താലിമിന് പുറമേയുള്ള വായനകൾക്ക് ലഭിക്കുന്ന സമയം. ആ സമയത്ത് നിലവിൽ ഓതിക്കൊണ്ടിരിക്കുന്ന കിതാബുകൾ അത് കൃത്യപ്പെടുത്തണം.
അത് കൃത്യമായി മനസ്സിലാക്കണം. അതോടൊപ്പം അതിനെ ചേർത്ത് വായിക്കേണ്ട കുറേ കിതാബുകൾ മുത്താല ചെയ്യേണ്ട സമയം കൂടിയാണല്ലോ. അവിടെ പല ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ കിതാബുകളും ഒരേ കാലത്ത് മുത്താല ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ ഒരു കാലം സമൂഹം പറയുന്നത് എല്ലാം തുറന്ന മനസ്സോടുകൂടെ വായിക്കണമെന്ന്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ തുറന്ന മനസ്സോടുകൂടെ എല്ലാം എല്ലാവരും വായിക്കാൻ തുടങ്ങിയാൽ അത് ശരിയായ രീതിയായിരിക്കും. പറയുന്നവരെന്താണ് ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ഏതായിരുന്നാലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും തിന്നണം എന്ന് പറഞ്ഞിട്ട് പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിക്ക് ബിരിയാണി വാരി കൊടുത്താൽ, അതുപോലെ രോഗമുള്ള വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് പറ്റാത്ത അലർജിയുള്ള സാധനങ്ങൾ കൊടുത്താൽ അതൊക്കെ അപകടമാണെന്ന് എല്ലാവർക്കും അറിയാലോ. അതുപോലെ അറിവ് നേടുമ്പോൾ അതിന് തെതിരീജുണ്ട്. അതിൻ്റേതായ ഘട്ടങ്ങൾക്കനുസരിച്ചാണ് അവന് അതിലേക്ക് ഇറങ്ങേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഭാഷ പഠിക്കാതെ ഒരു മനുഷ്യന് കിതാബ് മുത്താല ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആദ്യകാലം ഭാഷ പഠിക്കുന്നതിലാണ് സമയം ചെലവഴിക്കേണ്ടത്. ഭാഷ പഠിക്കുക എന്നതിനോട് ഞാൻ ഉദ്ദേശിച്ചത് പ്രധാനമായും ഗ്രാമറാണ്, നഹ്വും സർഫും. അത് മനസ്സിലാകാത്ത ഒരാൾക്കും ഒരു വാചകത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ കഴിയില്ല. എന്തെല്ലോ ഇങ്ങനെ മനസ്സിലാക്കും. ആ ലഫ്ള് മാന പഠിക്കുന്നതിനേക്കാളപ്പുറം അതിൻ്റെ ഘടനയും അതിൻ്റെ രീതിയും ആണ് മനസ്സിലാകേണ്ടത്. അപ്പോൾ അതുകൊണ്ട് സർഫ് നഹ്വ് പഠിക്കുന്നതിലാണ് ഒരു പ്രാഥമിക വിദ്യാർത്ഥി ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. അത് കിട്ടിയാലേ ബാക്കി കിട്ടുള്ളൂ. അതിന് ആലത്ത് എന്നാണ് പണ്ഡിതന്മാർ പറയാം, ഉപകരണം. ഒരാളൊരു ജോലിക്ക് ഇറങ്ങുമ്പോൾ ആദ്യം ഉപകരണം കയ്യിലില്ലാണ്ടെങ്കിൽ അവൻ ആ ജോലി എടുക്കുക. അപ്പോൾ ആദ്യം ഉപകരണം കയ്യിലാക്കണം. അപ്പോൾ ഭാഷയെ സംബന്ധിച്ച് നഹ്വ് സർഫിലാണ് പ്രാഥമിക വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തി പഠിക്കേണ്ടത് നഹ്വും സർഫുമാണ്. നഹ്വും സർഫും പഠിക്കുന്നതോടുകൂടി തന്നെ ഭാഷ താനെ വാചകങ്ങൾ അർത്ഥമൊക്കെ കുറേ ഇങ്ങനെ മനസ്സിലാവും. ഇന്നത്തെ നമ്മുടെ അധിക സിലബസുകൾ പ്രകാരവും അതോടനുബന്ധിച്ച് അവർക്ക് കുറച്ചൊക്കെ അവരെ ജീവിതത്തിൽ ആവശ്യമായ നിസ്കാരം പൊതു പോലത്തെ കൂടി പഠിപ്പിക്കുന്നത്, അതും അറബി ഭാഷയിലുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഭാഷ അതിലൂടെ തന്നെ വാചകങ്ങളർത്ഥം കുറേയേറെ മനസ്സിലായി വരും. നഹ്വ് സർഫ് ശരിക്ക് ഒന്ന് പഠിച്ച് ഒരു അൽഫിയിലൊക്കെ എത്തിയാൽ അവർ പിന്നെ അങ്ങോട്ട് വായിക്കുന്ന ഏത് ഗ്രന്ഥവും, അത് ഫിഖ്ഹാകട്ടെ അല്ല തസവുഫാകട്ടെ എന്ത് ഗ്രന്ഥമാണെങ്കിലും, ആ ഗ്രന്ഥത്തിലെ വാചകങ്ങളെ നഹ്വ് സർഫിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കണം. അപ്പോൾ അതിന് നമ്മൾ പഴയ കാലത്ത് തെർക്കീബ് വെക്കുക എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഓരോന്നും ഫാഇൽ, മഫ്ഊൽ, തഅല്ലുക്ക്, അതുപോലെ തുടങ്ങിയിട്ട് ആവശ്യമായതൊക്കെ പഠിച്ചങ്ങനെ പോകണം. ഫത്ഹുൽ മുൻ എന്നൊരു കുട്ടി അൽഹംദുലില്ലാഹിൽ ഫത്താഹിൽ ജവാദ് എന്ന് ഓതുമ്പോൾ അൽഹംദുവിൻ്റെ തെർക്കീബ് എന്താണ്, ലില്ലാഹിൻ്റെ തെർക്കീബ് എന്താണ്, അതിൻ്റെ ആ ജാറ് മജ്റൂറിൻ്റെ തഅല്ലുക്ക് എങ്ങോട്ടാണ്, അതേപോലെ അൽ ഫത്താഹി എന്ന് പറഞ്ഞ വാചകം ലഫ്ള് എന്താണ്, ആ വാചകം എവിടുന്ന് വന്നതാണ്, അതിൻ്റെ മാദി എന്താണ്, അതിൻ്റെ മുസ്തഖബിൽ മുദാരി എന്താണ്, ഇങ്ങനെ തുടങ്ങിയിട്ട് ഈ പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചതിനെ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് കുറച്ച് കാലം ഫത്ഹുൽ മുൻ ഓതുകയാണെങ്കിൽ അവന് ഇബാറത്തുകൾ മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. അവന് വലിയ അപകടങ്ങളില്ലാതെ കിതാബുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയായിരുന്നു പഴയ കാലത്ത് പഠിച്ചിരുന്നത്. അതിപ്പോൾ കുറച്ച് കാലമായിട്ട് കുട്ടികൾ തെർക്കീബ് മനസ്സിലാക്കി വായിക്കലൊക്കെ പോയിട്ട് ഒരു ക്ലാസ് പങ്കെടുക്കുക, പുസ്തകം ഉണ്ടാക്കുക, പിന്നെ വേറെ എന്തെങ്കിലും വായിക്കുക, ഇങ്ങനെ വായിക്കുക എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പോകുന്നത് വളരെ അപകടമാണ്. ഒരിക്കലും സ്വന്തത്തിൽ ഒരു കിതാബ് മനസ്സിലാക്കാനുള്ള പ്രാപ്തി നേടാൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം വേണ്ടത് നഹ്വ് സർഫ് നന്നായി പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന മാനിയും മന്തിക്കും അതൊക്കെ അതിൻ്റെ പ്രായവും അതിൻ്റെ ഘട്ടവും അനുസരിച്ച് പഠിക്കുക. ആദ്യം തന്നെ അതെല്ലാം കൂടി എടുത്ത്
മനസ്സിലാക്കിയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ നഹ്വു സർഫിന് ആദ്യം പ്രാമുഖ്യം നൽകണം. പിന്നെ അവനവൻ്റെ ജീവിതത്തിൽ ആവശ്യമായ നിസ്കാരം വുളുവും കുളിയൊക്കെ മിക്കവാറും മദ്രസയിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ പഠിച്ചതിനൊന്ന് പ്രയോഗവൽക്കരിക്കുകയും മറ്റൊക്കെ ചെയ്യുന്ന രൂപത്തിൽ ഉള്ള പഠനങ്ങളാണ് ആദ്യകാലത്ത് വേണ്ടത്. ആദ്യം തന്നെയുള്ള എല്ലാ സംഗതികളും ഒറ്റയടിക്ക് ഭാര്യ തിന്നണമെന്ന് വിചാരിച്ചാൽ അത് തലവുൽ കുല്ലി ഫത്തുൽ കുല്ലി തന്നെ മുഴുവനും നഷ്ടമായിരിക്കും, ഒരു സ്ഥലത്തും എത്തൂല. അപ്പോൾ പ്രാഥമികമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിച്ച് പിന്നീട് നമ്മൾക്ക് കർമ്മശാസ്ത്രത്തിൽ ഒരു ഗ്രന്ഥം കൃത്യമായി ഓതി പഠിച്ച് മനസ്സിലാക്കി വെക്കണം. പഴയ കാലത്തൊക്കെ ഒരു മുഖ്തസർ കാണാതെ പഠിക്കാമെന്നാണ് നവീം അമൃതാനൊക്കെ പറഞ്ഞത്. കാണാതെ പഠിച്ചില്ലെങ്കിൽ ഒരു ഫത്തുഹുൽ മുഈൻ, നമ്മുടെ നാട്ടിലിപ്പോൾ അധികം ഫത്തുഹുൽ മുഈൻ ഓതുക, അതിൽ ഏകദേശം മസ്അലകളുണ്ട്. അതോടുകൂടി ഒരു മനുഷ്യന് ഏകദേശം കർമ്മശാസ്ത്രപരമായ രംഗത്തുള്ള ഒരു വിവരം അവൻ പ്രാഥമികമായി നേടിയിരിക്കും. അപ്പോൾ ഫത്തുഹുൽ മുഈൻ നന്നായിട്ട് ആവർത്തിച്ച് പഠിക്കുകയാണ് വേണ്ടത്. ഒരു ക്ലാസ് കഴിഞ്ഞ് കിതാബടെ കൊണ്ടുവച്ചാൽ പോരാ, അതെടുത്തിട്ട് അതിൻ്റെ ഇബാറത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇബാറത്തിൻ്റെ ഓരോ രീതികളും, ഇപ്പോൾ ഉദാഹരണത്തിന് മുഖ്തദ മാഫി കലാമി സർക്കശി എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി നല്ല സർക്കശി ഇമാമിൻ്റെ കലാമ് മനസ്സിലാക്കി തരുന്നത് ഇതാണ്. പിന്നെ അതിൻ്റെ ചോർന്ന തീരുമാനം പറഞ്ഞതെന്ന് വേറെ നോക്കണം, തീരുമാനമായിരിക്കില്ല ചിലപ്പോൾ അത്. ഇതേപോലെ തന്നെ ഒരു സ്ഥലത്ത് കമാ ഖാലൽ ഇമാം നവവി എന്ന് പറഞ്ഞാൽ അത് പ്രബലമാണ് എന്നാണ്. അതേസമയം കഥാ ഖാലഹു റാഫിയു എന്ന് പറഞ്ഞാൽ, കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് റാഫിമ പറഞ്ഞതെന്ന് അതിൻ്റെ അർത്ഥം അത് പ്രബലമല്ല എന്നാണ്. ഖമ എന്നാണ് പറഞ്ഞെങ്കിൽ പ്രബലമാണ് എന്നാണ്. ഇതുപോലെ ലാക്കിൻ ഇട്ടുകൊണ്ട് ചിലപ്പോൾ പറയും, അപ്പോൾ പറഞ്ഞാൽ സാധാരണ നിലക്ക് പ്രബലമായിരിക്കും. ഇങ്ങനെ അതിൻ്റെ ചില അടിസ്ഥാന നിയമങ്ങളുണ്ട് ഫിഖ് മനസ്സിലാക്കുന്നതിന്. ആ ഫിഖിൻ്റെ അടിസ്ഥാനം കൂടി മനസ്സിലാക്കിയിട്ട് ഫത്തുഹുൽ മുഈൻ ശരിക്കും മനസ്സിലാക്കുമ്പോഴാണ് ഫത്തുഹുൽ മുഈൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവും. അപ്പോൾ ഫത്തുഹുൽ മുഈൻ പഠിക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥിയുടെ ഒരു നഹ്വ് സർഫ് പഠിച്ച് ഒരു ഖത്തർനത കഴിഞ്ഞ് അൽഫിയ അങ്ങനെ എത്തി വരുമ്പോൾ കർമ്മശാസ്ത്രത്തിൽ ഫത്തുഹുൽ മുഈൻ നന്നായി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു വിദ്യാർത്ഥി വേണ്ടത്. അത് പഠിച്ച് കഴിയുമ്പോൾ ആ ഫത്തുഹുൽ മുഈനിൽ പറഞ്ഞത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി അതിനോടനുബന്ധിച്ച് ഇയാനത്തു താലിബീൻ, തർശീഹുൽ മുസ്തഫീദീൻ തുടങ്ങിയ അതിൻ്റെ ഹാസിയകൾ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഏകദേശം ഫത്തുഹുൽ മുഈൻ്റെ ഒരു വിശദീകരണം കൂടി അവൻ്റെ മനസ്സിലേക്ക് പതിയും. അങ്ങനെ ഫത്തുഹുൽ മുഈന് കുറച്ച് ദിവസം നന്നായി മെനക്കെട്ട് ഫത്തുഹുൽ മുഈൻ ഓതുന്ന സമയത്ത് വേറെ ഒന്നും കാര്യമായി നോക്കാതിരിക്കാണ്ട് വേണ്ട. ഫത്തുഹുൽ മുഈൻ നന്നായി മനസ്സിലാക്കുക. അൽഫി ഓതുന്ന സമയത്ത് അൽഫിയും നന്നായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ ഹാഷികളൊക്കെ നോക്കി അവിടെ വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കുന്നതാണ് അതിൻ്റെ ഒരു ശൈലി. നമ്മളൊക്കെ അൽഫി ഓതുമ്പോൾ 3 ഹാഷിയ മുമ്പിൽ വെച്ചിട്ട് വായിച്ചോതി കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളിപ്പോൾ വായിച്ച് കൊടുക്കുക എന്നുള്ള പരിപാടി തീരെ നിർത്തി കളഞ്ഞു. അതിന് മാത്രം വിവരം വളരെ കുറഞ്ഞും പോയി. വായിച്ചോതി കൊടുക്കുമ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ദർസ് നടത്തുന്ന പരിചയമാണ് അതിലൂടെ നേടിയെടുക്കുക. ആ വിദ്യാർത്ഥികൾ, തൊട്ടടുത്തുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യം ഇവനിത് മനസ്സിലാണോ. അപ്പോൾ ഇവൻ സ്വന്തത്തിൽ ഇതാക്കും. അതുപോലെ തന്നെ അവരും എന്ത് ചെയ്യുന്ന വിദ്യാർത്ഥി കാലമാണല്ലോ, ചോദിക്കണം, ചോദ്യം ചെയ്യണം, അതിനെപ്പറ്റി കൃത്യമായി തിരിയണം എന്നൊരു ധാരണ അവർക്കും ഉണ്ടാവും. അപ്പോൾ ഇവൻ കൂടുതൽ പഠിക്കാനും നോക്കാനൊക്കെ അവസരം ഉണ്ടാവും. ഞാൻ പുല്ലൂക്കര പള്ളി പഠിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചോതി കൊടുക്കുകയായിരുന്നു നമ്മളെ ഇബ്രാഹിം സഖാഫി കുമ്മോളിക്ക്. അപ്പോൾ ഉസ്താദ് അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് അപ്പുറത്ത് കേൾക്കും. അപ്പോൾ ചിലപ്പോൾ ഉസ്താദ് വിളിക്കും, വിളിച്ചിട്ട് പറയും, കുമ്മോളിനെ വിളിച്ചിട്ട് ചിലപ്പോൾ ഹാപ്പി എന്നാണ് വിളിക്കും ഒപ്പര, പിന്നെ പേരോടിനെ വിടില്ല എന്ന് പറയും. അങ്ങനെ ജലാലിനെ കോതി കൊടുക്കുമ്പോൾ പേരോടിനെ വിടില്ല, നന്നായി ചോദിക്കുന്നവർ. അപ്പോൾ ഞാനവിടെ ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ അപ്പുറപ്പുറം നോക്കേണ്ടത് ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് പഠിക്കേണ്ടതെല്ലാം വരും. അപ്പം ഞാനും കൂടുതൽ വികസിക്കുമ്പോൾ എൻ്റെ എന്നെ വായിച്ചു കേൾക്കുന്നവരും വികസിക്കും. അതൊക്കെ ഇപ്പോൾ തീരെ കുറഞ്ഞു പോയി. അതിന് മാത്രം വിദ്യാർത്ഥികളിൽ ഇൽമിൻ്റെ വിവരവും വളരെ കുറഞ്ഞു വരികയാണ്. ഏതായിരുന്നാലും പരന്ന വായന എന്ന് പറയുന്നതൊന്നും ആദ്യത്തിൽ പറ്റുന്ന സംഗതിയല്ല. മറിച്ച് അത്യാവശ്യമായി നമ്മുടെ ദർസുകളിൽ
നേരത്തെ വരുന്ന കിതാബുകൾ നന്നായി പഠിച്ച് അതിൻ്റെ മത്തിനാദ്യം പഠിച്ച് ഷറഹ് ആദ്യം പഠിച്ച് ശേഷം അതിൻ്റെ ഹാസ്യ മത്തിനും ഷറഹും പഠിക്കാതെ ഹാസ്യം നോക്കിയിട്ടും കാര്യമില്ല. ഹാസ്യ ചിലപ്പോൾ എന്തെങ്കിലും ഒരു താലൂക്ക് മനസ്സിലാകാനോ അല്ലെങ്കിൽ ഒരു ഫായിലും മഫൂലും തിരിയാനൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ നോക്കാം. പിന്നൊന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഈ ഹർക്കത്തിട്ട കിതാബ് വരുന്നുണ്ട്, അത് വളരെ അപകടമാണ്. അതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും നഹ്വ് പഠിക്കില്ല, കാരണം അവരത് നോക്കി വായിച്ചങ്ങ് പോകും. എന്തുകൊണ്ട് എന്ന് നമ്മളൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ട് അവിടെ ജെറു വായിച്ചു, എന്തുകൊണ്ട് അവിടെ നസ്ബ് വായിച്ചുകൂടാ, എന്തുകൊണ്ട് റഫ വായിച്ചു, ഇതിൻ്റെ മറുപടി കണ്ടെത്തണം. അതാണ് ഞങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന ചർച്ചയും തർക്കവും വിദ്യാർത്ഥികൾക്കിടയിൽ. എന്താ അവിടെ റഫ വായിച്ചാൽ, അപ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്തണം. അപ്പോൾ ഇന്നതിന് റഫ ആണ് എന്ന് പറയുന്ന ആ നഹ്വിൻ്റെ നിയമം നമ്മൾ അവിടെ എന്ത് ചെയ്യും, ഒന്ന് ആവർത്തിക്കപ്പെടും മനസ്സിൽ, പിന്നെ അതെവിടെ വരുമ്പോഴും അത് ഓർമ്മയിലുണ്ടാവും. അതുപോലെ തന്നെയാണ് സർഫ്. ഒരു വാചകം വന്നാൽ അത് ഇസ്മു മഫ്ഊലാണോ ഇസ്മു ഫായിലാണോ, ഇനി അല്ലാതെ സിഫത്ത് മുസബ്ബഹാണോ, എന്താണ് ആ സാധനം എന്നതിനെ സംബന്ധിച്ചൊരു വിവരം വേണം. അപ്പോൾ അതിൻ്റെ മാളി എന്താണ്, മുതാരി എന്താണ്, അത് ആദ്യം വലിയ സർഫാക്കി നോക്കി അപ്പോൾ ആ വാചകത്തെ സംബന്ധിച്ച് ഒരു ധാരണ നമുക്ക് വരും. അപ്പോൾ ആ ധാരണ വരുമ്പോൾ അതിനനുസരിച്ച് വായനയും കാര്യങ്ങളൊക്കെ ക്ലിയറാവും, വിഷയവും മനസ്സിലാവും. ഇങ്ങനത്തെ ഒരു പഠനമാണ് ആദ്യഘട്ടത്തിൽ കുട്ടികൾക്ക് ആവശ്യം. അതിൽ കഴിഞ്ഞിട്ട് മുത്താല എന്ന് പറയുന്നത്, മുത്താല എന്ന് പറഞ്ഞാൽ നോക്കി മനസ്സിലാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കി മനസ്സിലാക്കണമെങ്കിൽ ആദ്യം മനസ്സിലാകുന്ന രൂപത്തിലേക്ക് ഇവൻ എത്തിച്ചേരണമല്ലോ ഒന്ന്. പിന്നെ മുത്താല ചെയ്യുമ്പോൾ അത് ഏത് മുത്താലയാണ് മറ്റൊന്നാണ്, ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ പിന്നീട് പറയാം. ഫസ്റ്റിൽ വേണ്ടത് സ്വന്തത്തിൽ കിതാബുകൾ നോക്കിയാൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു പരുവത്തിലേക്ക് ഇവൻ നഹ്വ് സർഫ് പഠിച്ചിട്ടും അൽഫാദുകൾ പഠിച്ചിട്ടും അതിന് അവലംബിച്ചുകൊണ്ട് തന്നെ ഒരു കിതാബ് അവനവൻ്റെ ജീവിതത്തിലും സമൂഹത്തിൻ്റെ ജീവിതത്തിലും ഏറ്റവും ആവശ്യമായൊരു ഫിഖഹിൻ്റെ കിതാബ് അത് നന്നായി പഠിച്ചിട്ടും പിന്നെ അപ്പുറം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ കിതാബ് മുത്താല ചെയ്യുക എന്നത്. കിതാബായാലും ശരി എന്തായാലും, അല്ലാതെ ആദ്യം തന്നെ മുത്താല എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പ്രസവിക്കപ്പെട്ടവനുള്ള കുട്ടിക്ക് ബിരിയാണി വാരി കൊടുക്കുന്ന മാതിരി ഉണ്ടാവും. വാരി തിന്നുന്നുണ്ടെങ്കിൽ കൈ പിടിച്ച് വെക്കുക വേണ്ടി. നഹ്വിൻ്റെയും സർഫിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ അന്വേഷിച്ച് പോവുകയും അതിൽ കൂടുതൽ മഹാരത്ത് ഉണ്ടാക്കാനുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ. അതാ വേണ്ടി. അതിന് ശേഷമാണ് പിന്നെ അടുത്തതിൽ, അതിൻ്റെ ശേഷമാണ് പിന്നെ ബാക്കി പിന്നെ പഠിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. ഭാഷാ പ്രയോഗങ്ങളെ സംബന്ധിച്ച് മാനി, അതുപോലെ ബലാഗ, അങ്ങനെയൊക്കെ തുടങ്ങിയ സംഗതി ഉണ്ടല്ലോ. അതൊക്കെ നമ്മളതോടനുസരിച്ച് ദർസി കിതാബുകളിൽ വരും. അപ്പോൾ അത് അതിൻ്റേതായ സമയത്ത് പഠിക്കണം. അതുപോലെ മന്ദിക്ക് പഠിക്കണം. അതൊക്കെ ഇതിൻ്റെ ശേഷം വേണ്ട കാര്യങ്ങളാണ്. ആദ്യം ഇതാണ് വേണ്ടത്. ഇത് കഴിഞ്ഞിട്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. കേരളത്തിൽ ഓതി ഓരോ ഘട്ടത്തിലും ഒരു കിതാബ് കൃത്യമായി തുടർന്ന് വരുന്ന രീതിയിൽ, അതെ, ആ രീതിയിലുള്ള ഓരോ കിതാബും തദ്രീജിൻ്റെ കൃത്യമായൊരു വഴിയാണ്. അതെ, വഴി നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ പറഞ്ഞ പരന്ന മുത്താലയുടെ ഒരു വസ്തു മനസ്സിലാവില്ല, പറഞ്ഞെന്താന്ന് തിരിയൂല, വായിച്ചത് തെറ്റായിരിക്കും. അപ്പം നമ്മൾ കാണുന്നില്ല ഈ പുത്തനാശയക്കാർക്ക് കിതാബ് വായിക്കുന്നുണ്ടല്ലോ, വായിക്കുമ്പോൾ ഇങ്ങനെ ചിരി വരുമല്ലോ നമുക്ക്. കാരണം വായിച്ച് മുഴുവനും ഇതായിരിക്കും, തെറ്റായിരിക്കും, അബദ്ധമായിരിക്കും വായിക്കുന്നത്. അപ്പോൾ അത് ഇതുകൊണ്ട് സംഭവിക്കാൻ. അതേപോലെ തന്നെ മൻതസവജ ബിംറാത്തിൻ എന്ന് വായിക്കേണ്ടത് ചില ഖതീബുമാർ ബി ഇംറഅത്തിൻ എന്നൊക്കെ വായിക്കുന്ന കുത്തുബോതുമ്പോൾ അത് കുറേ അബദ്ധങ്ങൾ വെക്കാം. മൗലൂദ് ഒക്കെ ഉണ്ടാവും ചിലർ അങ്ങനത്തെ കുറേ അബദ്ധങ്ങൾ. സ്ത്രീകൾ ഫായിലായിട്ട് വന്നത് കാല എന്നൊക്കെ തോന്നുന്നത് കേൾക്കാം. കാലത്താന്ന് പറയേണ്ട സ്ഥലത്ത് അതൊക്കെ സംഭവിക്കുന്നതിന് ഈ കുട്ടിക്കാലം മുതലേ നഹ്വും സർഫ് മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ വായിക്കുന്ന ഏതൊരു ഇബാറത്തും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഫായിൽ എന്താണ്, അവിടെ വായന എങ്ങനെയാണ് വരേണ്ടത്. അച്ചടി പെശകുണ്ടെങ്കിൽ പോലും ഈ മൗലൂദാവലും പലതും അച്ചടി പെശകുണ്ടാവും. അത് തിരുത്തി വായിക്കാൻ നമ്മൾ പഠിക്കണം. അത് അച്ചടി പെശകാന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണം നഹ്വും സർഫും നന്നായിട്ട് പഠിക്കണം. പുതുതായി അച്ചടിച്ചു വരുന്ന കിതാബ് ധാരാളമുണ്ട്. ഹർക്കത്ത് ഇട്ട് പലതും ഹർക്കത്ത് ഇടേണ്ട പോലെ എല്ലാം ഇട്ട്. അപ്പോൾ അത് മനസ്സിലാകുന്നില്ലേ, പിന്നെ എന്തായി അതും കൊണ്ട് ഇങ്ങനെ ചൊറയും. ഹർക്കത്തുണ്ടല്ലോ എന്ന് പറയും. ഞാൻ ഇന്നലെ പിന്നെ 2 ദിവസം മുമ്പ് തുഹഫ കൊടുക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ വായിച്ച പോലെയല്ല
എൻ്റെ ഒന്ന് ഓതുന്ന ഒരു കുട്ടി വായിക്കുന്നു. അപ്പോൾ ഞാൻ വായിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ ഇങ്ങനെയാണ് ഹർക്കത്തിടുന്നത്. ഞാൻ എൻ്റെ കിതാബ് തിരിച്ചായിട്ടോ ഞാൻ ഹർക്കത്ത് നമ്മൾക്ക് നോക്കിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഇട്ടോൻ്റെ അവിടെ അങ്ങനെ അച്ചടി പശ കാണാൻ നമ്മളെന്താ ചെയ്യുക? അതിനനുസരിച്ച് വായിച്ചു കൊടുക്കാൻ കഴിയുമോ? കിതാബ് നോക്കാനുള്ളൊരു ശേഷി കൂടി അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകും. അത് നഷ്ടപ്പെടും. മാത്രമല്ല കിതാബ് കൂടി മനസ്സിലാവില്ല. പിന്നെ വെറുതെ എന്തെല്ലോ മനസ്സിലാക്കിയിട്ട് അതാണ് എന്ന് വിചാരിക്കുന്ന അബദ്ധത്തിൽ പോയി ചാടലാണ് പിന്നെ അതിൻ്റെ ഫലം. ഉസ്താദ് ഫത്ഹുൽ മുഈനിന്റെ ഇബാറത്ത് അർത്ഥം വെക്കുന്ന സമയത്ത് അതിൻ്റെ ഇസ്തിലാഹുകളെ കുറിച്ച് പറഞ്ഞു. ശരിക്ക് ഒരു നഹവും സർഫും മനസ്സിലാക്കി അതിനൊരു ചെറിയൊരു ബലാഗയുടെ പാട്ടും മനസ്സിലാക്കിയിട്ട് എല്ലാം മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഉസ്താദിൻ്റെ ഒരു ഇർഷാദ് കിതാബ് നോക്കുന്നിടത്ത് വേണം. അതെല്ലാ കിതാബാണെങ്കിലും ഏത് കിതാബാണെങ്കിലും. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കഥാക്കും കമാക്കും ഒരേ അർത്ഥം വെച്ച് പോയല്ലോ. അപ്പൊ ആ ഒരു രംഗം അതിനാണ് സംബന്ധിച്ച് പോകുന്നതാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഉസൂലിൻ്റെ കിതാബുകൾ അതുപോലെ തന്നെ ഒരു മദ്ഹബ് തന്നെയുള്ള ഫിഖ്ഹിൻ്റെ ഉസൂലുകളുണ്ടാവും, ഇബാറത്തിൻ്റെ ഉസൂലുകളുണ്ടാവും. ആ ഉസൂല് കുട്ടികൾക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് മനസ്സിലാക്കി കൊടുക്കൽ മുദരിസിൻ്റെ ഒരു പ്രാപ്തി അനുസരിച്ചാണ് ഉണ്ടാകുക. മുദരിസിന് ആ പ്രാപ്തി ഇല്ലെങ്കിൽ അയാൾ പറഞ്ഞു അയാൾക്ക് കഥയും കമയും തമ്മിൽ വ്യത്യാസം അറിയില്ലെങ്കിൽ അയാളും ഇങ്ങനെ വായിച്ചങ്ങ് പോകും. കുട്ടികൾക്കൊന്നും മനസ്സിലാവില്ല, വിഷയം മനസ്സിലാവില്ല. വലിയ ചർച്ചകൾ നടക്കുന്ന സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ വയ്ക്കേണ്ട ഒരു ഇർഷാദ് അത് വളരെ അനിവാര്യമാണ്. അതായത് അത് നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒരാൾക്ക് ദഹിക്കുന്നതേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ കുട്ടികൾക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇമാം ഗസാലി റളിയല്ലാഹു പറയുന്നുണ്ട്, ആദ്യം കുട്ടികൾക്ക് നമ്മൾ അള്ളാഹു ഉണ്ട്, അള്ളാഹ് ഉള്ളവനാണ്, അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന് ഇന്ന സിഫത്തുകളുണ്ട് എന്ന് പറഞ്ഞു പഠിപ്പിക്കും മദ്രസയിൽ. അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറമുള്ള ഒന്ന് കുട്ടികളോട് പറയരുത്. പറഞ്ഞാൽ ഒരു തലയിൽ ആ സമയത്ത് കയറില്ല. ഓല പഠിച്ചാടെ വെക്കട്ടെ. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി ഇങ്ങനെ പഠിച്ചു പോട്ടെ. അതിൻ്റെ തെളിവുകളും അതിൻ്റെ ഹുജ്ജത്തുകളും അതിൻ്റെ ഖദികളൊന്നും ആ സമയത്ത് കുട്ടിയോട് വരാൻ പാടില്ല. ആ കുട്ടികൾക്ക് അത്രയാണ് പ്രായമായിട്ടുള്ളൂ. അത് പഠിച്ചാടെ വെക്കുക. അപ്പോൾ അതവരെ മനസ്സിൽ പതിയട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കാലം കഴിഞ്ഞ് അവർ വലിയ പണ്ഡിതന്മാരാകുമ്പോൾ അവർക്ക് അതിൻ്റെ ഓരോന്നിൻ്റെയും തെളിവുകളിലൊക്കെ അവർക്ക് അപ്പം കിടക്കാം. ഇപ്പോൾ അവർക്കത് പറഞ്ഞു കൊടുക്കാനേ വേണ്ട. അപ്പോൾ പറഞ്ഞു കൊടുത്താൽ ഇത് തിരിയില്ല, ആകെ കൺഫ്യൂഷനാകും കുട്ടികൾ. അപ്പോൾ അത് അത്രയേ പറഞ്ഞോളൂ. അതുപോലെ തന്നെയാണ് ഫിഖ്ഹിലും നിസ്കാരത്തിൻ്റെ ഫർദ് 14. അത് പറഞ്ഞ് 14 പഠിച്ചു വെക്കും, അല്ലെങ്കിൽ നിസ്കരിക്കണമല്ലോ. ഇത് പഠിച്ചു വെക്കുക. നേരെ മറിച്ച് ആ ഫർദ് 14 എന്താണ് തെളിവ്? തക്ബീറത്തുൽ ഇഹ്റാം നിയ്യത്ത് എന്നൊക്കെ പറഞ്ഞാൽ നീയത്തിൻ്റെ തെളിവെന്താണ്? അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന് തെളിവെന്താണ്? അത് കുറച്ച് പഠിക്കുക. അത് ഫത്ഹുൽ മുഈനും മഹല്ലിയും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. അഹല്ലിയിൽ ഏകദേശം നമുക്ക് തെളിവ് പറയും, ഫത്ഹുൽ മുഈൻ സാമ്പിളിനെ പറയൂ ഇടക്കങ്ങാൻ. ബാക്കി വിഷയം പറഞ്ഞങ്ങ് പോവുകയുള്ളൂ. കാരണം വലുതാകുന്നതിനനുസരിച്ച് തെളിവുകൾ പഠിക്കാം. ഇപ്പോൾ തെളിവ് പഠിക്കാൻ പറ്റില്ല. തെളിവ് പഠിച്ചാൽ പിന്നെ ഇത് വിഷയം ഉണ്ടാവില്ല. അപ്പോൾ അത് ഓരോന്നും ആ കുട്ടികൾക്ക് ആ വിഷയം ആദ്യം പഠിച്ചിട്ട് പിന്നീട് ചില തെളിവുകളിലേക്കൊക്കെ കടക്കാം. അതൊക്കെ പരിഗണിച്ചിട്ടായിരിക്കും അതെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മളെ സിലബസ് എന്ന് പറയുന്നത്. നമ്മളെ ആലിമീങ്ങൾ പഠിപ്പിച്ച സിലബസ് അതിനൊക്കെ പറ്റുന്ന രൂപത്തിലുള്ള സിലബസ്. പിന്നെ കുട്ടികൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ പഴയ കാലത്തൊക്കെ ഇൽമിനോട് വാസന ഉണ്ടാകാൻ വേണ്ടി തഅലീമുൽ മുതഅല്ലിം, അതുപോലെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ നിന്ന് സ്വഭാവം സംസ്കരിക്കാൻ വേണ്ടി ചില ബൈത്തുകളൊക്കെ പഴയ കാലത്ത് ഓതലും പഠിക്കലും ഓതിക്കൊടുക്കലൊക്കെ ഉണ്ടായിരുന്നു. സിലബസിൽ വരൂലെങ്കിലും അത്തരം ചില കിതാബുകൾ ഈ മറ്റ് സമയങ്ങളിൽ ചെറിയ മക്കൾക്കൊക്കെ ഓതിക്കൊടുത്താൽ അവരുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ മനസ്സിൽ പതിഞ്ഞു വരും. ഈ സബയത്ത് കുത്തുബിലൊക്കെ ഉള്ള നമ്മളൊന്നും ഞാനൊന്നും എനിക്കത് കൂടുതൽ ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊക്കെ അത് ഈ പഠിക്കുന്ന കാലത്ത് പിന്നെ എനിക്ക് കിതാബ് കുറച്ച് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ അതിൽ നോക്കി തീർത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരാവശ്യമാണ്. അത് കുട്ടികൾക്കൊരു മാനസികമായിട്ട് കൂടുതൽ വികാസം വരാനും മറ്റൊക്കെ അതാവശ്യമാണ്. അത് നോക്കാൻ കിതാബ് മനസ്സിലാവുമെങ്കിൽ പറ്റൂ. അത് കുറച്ചങ്ങോട്ട് എത്തിയിട്ട് കുറച്ച് നേരമൊക്കെ തിരിഞ്ഞാലേ തിരിയുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവും. ഉണ്ട് തസ്രീബ്, സറസ്തീബ്,
ഏഹ് തസ്ലീഹ് മന്തൊക്കെ കഴിയുന്നതോടുകൂടി മന്തൊക്കെ ഏകദേശം റെഡി ആയിട്ടില്ല. എന്ന് അത് പ്രാഥമികമേ ആയിട്ടുണ്ട്. അത് വെറും ഒരു യവാമിനെ ആയിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തുള്ള കുറേ കിതാബുകളില്ലേ, അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറം പഠിക്കുമ്പോഴേ അത് അങ്ങനെ പോയിട്ട് ഖാദി ഹംദുള്ള വരെ പഠിക്കുമ്പോഴാണ് അതിനെ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയിൽ എത്താൻ കഴിയുക. ഒരു ഓരോന്നിൻ്റെയും ഗൗരവം അനുസരിച്ച് സന്ദർഭം അനുസരിച്ച് പഠിക്കണം. അത് നേരത്തെയുള്ള സിലബസ് ആ നിലയ്ക്ക് തന്നെയാണ്. അപ്പോൾ ഈ മന്തിക്കായിരുന്നാലും ഏത് കിതാബായാലും ചെറിയ കിതാബ് ഓതി വലിയ കിതാബ് ഓതണം. അത് തന്നെ വലിയ കിതാബ് ഓതിയാൽ ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ല. ചെറിയ കിതാബുകളിൽ നിന്ന് ചില അടിസ്ഥാനപരമായി പഠിക്കാനുണ്ട്. അപ്പോൾ അത് പഠിച്ചതിന് ശേഷം മറ്റേൽ വെറും വിഷയം പറഞ്ഞെങ്കിൽ ഓക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാവില്ല. അതിന് വേണ്ടി അത് ആവശ്യമാണ്. അത് എല്ലാ വിഷയത്തിലും വേണം. ഫിഖഹിലൊക്കെ ഉണ്ട് സംഭവം. പിന്നെ കുറേ മുമ്പോട്ടെത്തുമ്പോൾ അവർ ചിലപ്പോൾ ഉസൂല് വെച്ചിട്ട് വിഷയം പറഞ്ഞങ്ങ് പോകും. അപ്പം അത് മനസ്സിലാണെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, കുറച്ച് പിന്നെ ഉസൂല് പഠിക്കണം, വറക്കാത്ത ഓതണം, പിന്നെ ജബുൽ ജവാമി ഓതണം. അങ്ങനെ ഓതിയാലേ ചിലപ്പോൾ എന്ത് ചെയ്യുള്ളൂ, അന്നൽക്ക് സംസാരിക്കുന്ന സംസാരം മനസ്സിലാവുള്ളൂ. പുതിയ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ ആ കിതാബിൻ്റെ മുസന്നിഫ് ഇത് രചിക്കാനൊരു സാഹചര്യം ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. സാധാരണ ഒരു പുസ്തകം വായിക്കുന്നത് പോലെ ആ നഹ്വും സർഫും മറ്റ് സംഗതികളൊക്കെ മനസ്സിലുണ്ടെങ്കിലും ആ കിതാബിൽ പറയുന്ന കാര്യം പൂർണ്ണമായും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അല്ലാതെ എന്താണ് ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇമാം ഷഹറാനി റഹിമഹുല്ല പറയുന്നുണ്ട്, വഅലൈക ബി മുതാലഅത്തി കുതുബി ശരീഅത്തി മിൻ ഹദീസിൻ വ തഫ്സീരിൻ വ ഫിഖ്ഹിൻ. ഒരു ഇൽമ് പഠിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ നഹ്വും സർഫൊക്കെ ഇൽമ് പഠിക്കാനുള്ള ഉപാധികളാണ്. ഈ ഇൽമ് പഠിക്കാൻ അങ്ങോട്ട് വരുമ്പോൾ പഠിക്കേണ്ട ശരീഅത്തിൻ്റെ കിതാബുകളാണ് മുതാല ചെയ്യേണ്ടത്, പഠിക്കേണ്ടതൊക്കെ. അത് ഒന്ന് ഹദീസിൻ്റെ കിതാബുകൾ, മറ്റൊന്ന് തഫ്സീർ, മറ്റൊന്ന് ഫിഖ്. അതോടുകൂടെ വലിയ ഇഖ്തിദായി ബി അയിമ്മത്തി ദീനി മിന സഹാബത്തി വത്താബീന വത്താബി താബീന വ മുഖല്ലിദീഹി മിനൽ ഫുഖഹായി വൽ മുതകല്ലിമീന റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതാണ് ഒരു ഇൽമ് പഠിക്കുന്നവന് പഠിക്കേണ്ട ഇൽമ് എന്ന് പറയുന്നത്. അപ്പോൾ തഫ്സീറും അതുപോലെ ഹദീസും ഹദീസിൻ്റെ സറഹുകളും അതുപോലെ ഫിഖും, അതോടുകൂടെ തന്നെ ഒരു മനുഷ്യന് എന്ത് വേണം, സ്വഭാവ സംസ്കരണത്തിന് ആവശ്യമായ വിഷയങ്ങൾ വേണം. അത് യഥാർത്ഥത്തിൽ അത് ഖുർആനിലുണ്ട്, തഫ്സീറുകളിലൂടെ അത് കുറേ കിട്ടും. അതേപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകൾ പൂർണ്ണമായും ഉണ്ട്. അതിൽ നിന്നും മനുഷ്യൻ്റെ സ്വഭാവ സംസ്കരണങ്ങളെ സംബന്ധിച്ച് കിട്ടും. എന്നാൽ അത് ഒന്നുകൂടി വിശദമായിട്ട് മനുഷ്യൻ്റെ ഹൃദയത്തിനെ പിടിച്ചു കുലുക്കുന്ന രൂപത്തിലുള്ള റഖായിക്കുകളായ ഒരേ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അത് ഹദീസിൻ്റെ ഗ്രന്ഥത്തിന് അതിന് പ്രത്യേകം ബാബൊക്കെ ഉണ്ട്. അതിലൂടെ കുറേ കിട്ടും. പക്ഷെ ഒന്നുകൂടി വിശദമായിട്ടുള്ള കിതാബുകൾ ഉണ്ടാവും. ആ കിതാബുകൾ ഒരുത്തന് കിതാബ് തിരിയാൻ തുടങ്ങി ഫിഖും ശരീഅത്തും മനസ്സിലായി കഴിഞ്ഞതിൻ്റെ ശേഷം അത്തരം കിതാബുകൾ മുതാലയ ചെയ്യുന്നതും അത് പഠിക്കുന്നതൊക്കെ ഫലവത്താണ്. പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഉദാഹരണത്തിന് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് റസാലിൻ്റെ ഇഹിയ വലിയ ബർക്കത്തുള്ള കിതാബാണ്. അബൂ താലിബുൽ മക്കി തങ്ങളുടെ ഖൂത്തുൽ ഖുലൂബ് നോക്കിയിട്ടാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തന്നെ ഒരു വലിയ ആത്മീയമായ പരിവർത്തനം ഉണ്ടായെന്ന് പറയുന്നു. പക്ഷെ അതിൽ തന്നെയും ചില വിഷയങ്ങൾ വലാ തഗ്തറ ബിമാ ഫിൽ ഇഹിയായി, ഇഹിയ കണ്ടിട്ട് നീ പെട്ടുകൊണ്ടാ എന്ന് ഫതുൽ മേലും ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ ഉദ്ധരിച്ചാണ് അവരൊക്കെ, പിന്നെ അജറൊക്കെ ഉദ്ധരിച്ചാണ്. അപ്പോൾ അവിടെ ഒരു വേർതിരിവ് വേണം. അപ്പോൾ നമ്മുടെ ഫതുഹുൽ മൊയിൽ പറഞ്ഞ ഫിഖഹിൻ്റെ കിതാബിന്, ഫതുഹുൽ മൊയിൽ മുഅ്തമദായ കിതാബിന്, അല്ലെങ്കിൽ നവവി ഇമാമിൻ്റെ കിതാബിൽ പറഞ്ഞതിനെതിരായിട്ട് ഒരു ഫിഖഹിയായ വിഷയത്തിൽ, ഉദാഹരണത്തിന് ശഅബാൻ 15 ഒരു പ്രത്യേക നിസ്കാരം എന്ന് ഇഹിയെ കാണുമ്പോഴേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോരുത്. അതാണ് ഇമാം ഷഹറാനി അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ട് പറയുന്നത്. വല്യഹദർ മിനൽ അമലി ബി മവാദിഅ മിൻ കിതാബിൽ ഇഹ്യാഇൽ ഗസാലി. ഗസാലി ഇമാമിൻ്റെ കിതാബിലെ ചില സ്ഥലങ്ങളിൽ അതിൽ പറഞ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് സൂക്ഷിക്കണം. കിതാബ് നോക്കുന്നത് സൂക്ഷിക്കണം, കിതാബ് നോക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇതാദ്യം പഠിച്ചു വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇഹിയലുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പ്രവർത്തിക്കും. അതേപോലെ പിന്നെ കുറേ കിതാബുകൾ പറയുന്നുണ്ട്. ഇമാം ഗസാലി അള്ളാഹുവിൻ്റെ ചില കിതാബുകൾ മദ്സൂസാണ്. ഇമാം മദ്സൂസത്തുൻ അലൈഹി, അത് മൂപ്പര് എഴുതിയതല്ല, വേറെ ആരെല്ലോ അതിൽ കടത്തിക്കൂട്ടിയതാണ്.
അങ്ങനെ പല ഇമാമികളെയും കിതാബുകൾ കടത്തിക്കൂട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവർ വിഷയത്തിൽ തെളിഞ്ഞ് ഉയർന്ന നിലവാരത്തിൽ വരുന്നതിന് മുമ്പ് എഴുതിപ്പോയതായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ ഒരു വേർതിരിവിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. ഇപ്പോൾ കിതാബുൽ മൻഹൂൽ ആണെന്ന് എൻ്റെ ഓർമ്മ, ഗസാലി ഇമാമിൻ്റെ ഉസൂലുടെ കിതാബ്. അതിൽ ഇമാം അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹുവിന് എതിരായിട്ട് ഒരല്പം ആ മഖാമിനോട് യോജിക്കാത്ത ചില വാചകങ്ങൾ. എന്നാൽ അതേ ഇമാം ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ എഴുതുമ്പോഴും മറ്റു കിതാബ് എഴുതും ഇമാം അബൂ ഹനീഫ് തങ്ങൾ വളരെ ബഹുമാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യകാലത്ത് എഴുതിപ്പോയതായിരിക്കും എന്നാണ് അതിൻ്റെ ഒരു മറുപടി. അപ്പം ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ബോധമില്ലാത്തവന് ഒരു കിതാബ് കാണുമ്പോഴേക്ക് അതനുസരിച്ച് പറയാനും പ്രവർത്തിക്കാനും പറ്റൂല എന്നുള്ളതാണ് നമ്മൾ അയിമ്മത്ത് പഠിപ്പിച്ചു വെച്ച ഒരു മാനദണ്ഡം. അത് കുറേ ഉണ്ട്, കുറേ ആളുകൾ കിതാബിലുണ്ട്. അപ്പോൾ അതിൽ ഇബ്നു മൈസറത്തുൽ ഹംബലി, അതുപോലെ തന്നെ മുൻദിർ ബിൻ സഈദ് ബലൂത്തി, അവരെ ചില കിതാബുകളിൽ മുഅ്തസിലി വിശ്വാസങ്ങൾ കലർന്നിട്ടുണ്ട്. അതേപോലെ ഇബ്നു ബർറജാൻ എന്നൊരു വലിയൊരു ഇമാമുണ്ട്, മൂപ്പൻ്റെ തഫ്സീറുണ്ട്, നമ്മൾ തന്നെ തഫ്സീർ, അതും ശ്രദ്ധിക്കണമെന്നാണ് മുംതാഅത്തി കുതുബ് ഇബ്നു ബർറജാൻ. അതുപോലെ സമഖ്ശരി, അദ്ദേഹത്തിൻ്റെ കിതാബുകൾ സംബന്ധിച്ച് പറഞ്ഞത് ബാദുഹു കുഫ്റുൻ സിറാഹു എന്ന് പറയുന്നുണ്ട്. അയാൾ ഈ മുഅ്തസിലി ആശയക്കാരനായി. അപ്പോൾ സമഖ്ശരി പറഞ്ഞു വെച്ചാൽ അപ്പാട് കൊണ്ടുപോയിട്ട് ഉദ്ധരിക്കാനും പറ്റില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയണം. ഇതേപോലെ ഇഖ്വാനു സഫൻ്റെ കിതാബുകൾ മുതാല ചെയ്യാൻ പറ്റില്ല, അതിൽ ഒരുപാട് അപകടങ്ങളുണ്ട്. അൽ ഇസ്ലാമിൻ്റെ തന്നെ എതിരായിട്ട് തന്നെ ചില ആശയങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇബ്രാഹിമിൻ അല്ലാം, ഇബ്നുർ റാബന്തി, മഅ്മർ ഇബ്നുൽ മുസന്ന, ഇങ്ങനെ ഉണ്ട്. സൂഫിയാക്കളായ കുറേ ആൾക്കാരുണ്ട്. ഒരാൾ വലിയ മഹാന്മാരാണ്, പക്ഷെ അവരുടെ കിതാബ് നോക്കിയിട്ട് അതിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം മനസ്സിലാക്കാൻ പാടില്ല. അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ കരീമിൽ ജീലി. അദ്ദേഹത്തിൻ്റെ ചില കിതാബുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഫൈനഹു ലഫ്ളുൻ ലാ യജൂസു ഇത്ലാഖുഹു അലല്ലാഹി തആല മുത്ലഖൻ. അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ അള്ളാഹിൻ്റെ പേരിൽ പറയാൻ തന്നെ പറ്റില്ല. അപ്പോൾ ഖതഅത്തൽ വറാ മിൻ നഫ്സി ദാതിക ഖിത്അതൻ, അതൊന്നും പറയാൻ തന്നെ പറ്റൂല. അപ്പോൾ അവരെന്തോ ഉദ്ദേശിച്ചു മുത്താലത്തി കുത്തുബി ഇനി ലിബിന് ഖസ്സി. അതേപോലെ അതിന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ കിതാബ് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ്. അതേപോലെ മുഹമ്മദ് വഫാ തങ്ങളുടെ താഇയ എന്നൊരു ഗ്രന്ഥമുണ്ട്. അതുപോലെ ഇബ്നു ഹസ്മുല്ലാഹിരിൻ്റെ കുറേ കിതാബുകളുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വലിയ വലിയ ആൾക്കാരുടേത് തന്നെയും മുൻഗാമികളുടേത് തന്നെയും അതിൽ പല അബദ്ധങ്ങളും പറ്റിയവരുണ്ട്. ചിലർ അബദ്ധം പറ്റിയല്ല, ഓലെ വാചകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരം വാചകങ്ങൾ ലാഹിർ മാന വെച്ചാൽ, ഇപ്പം ഈ പുത്തൻവാദികളൊക്കെ ഉണ്ടല്ലോ, പിന്നെ യദുല്ലാഹി ഫൗഖ ഐദീഹിം യൻസിലു റബ്ബുനാ തബാറക വ തആല, അതിനൊക്കെ നേരെ ബാഹ്യാർത്ഥം വെച്ചിട്ട് പിഴച്ച് വലിയ അബദ്ധത്തിൽ ചാടുന്നില്ലേ? അതേപോലെ ഹദീസിൽ യൻസിലു റബ്ബുനാ തബാറക വ തആല ഖുർആനിലുള്ളതല്ല, അത് ഹദീസിലുള്ളതാണ്. യദുല്ലാഹി ഫൗഖ ഐദീഹിം എന്നുള്ള ആയത്തിലുള്ളതാണ്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ സൂഫിയാക്കളായ പണ്ഡിതന്മാരെ ഗ്രന്ഥത്തിലും മുത്തശാബിഹാത്തായ കലാമുകളുണ്ട്. അതിൻ്റെ ബാഹ്യാർത്ഥ ഉദ്ദേശമായിരിക്കില്ല. അപ്പോൾ അതിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ കുഫർ വരും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകളുടെ ഗ്രന്ഥങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഫത്ഹുൽ മുഈനിൽ തന്നെ ഇബ്നു അറബി റഹ്മത്തുള്ളാഹി തങ്ങളുടെ കിതാബുകൾ മുത്താല ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പോയിട്ട് മുത്താല ചെയ്തിട്ട് അബദ്ധത്തിൽ ചാടിയാൽ അവർ ഉത്തരവാദിയാവില്ല. കാരണം അവരെ ഇസ്തിലാഹും അവർ പറയുന്നതും എന്ന് മാത്രമല്ല, ഇബ്നു അറബി തങ്ങളുടെ ഫുതുഹാത്ത് തുടങ്ങിയ കിതാബിൽ ഒരുപാട് കാര്യങ്ങൾ ദസ്സുണ്ട് എന്നാണ് കൂട്ടിച്ചേർത്ത്. ഓർപ്പർ പറയാത്ത കാര്യങ്ങളാണ് ഇമാം ഷഹറാനി അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് സംഗതി ലിമാ ഫീഹാ മിനൽ കലാമിൽ മദ്സൂസി അല ശൈഖ് ലാ സിയമൽ ഫുസൂസ് വൽ ഫുതുഹാത്തുൽ മക്കിയ. അപ്പോൾ ഈ ഫുതുഹാത്തുൽ മക്കിയ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു മുല്യാർ അതിൽ ഇബ്നു അറബി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞാൽ വലിയ അബദ്ധത്തിൽ പോയി ചാടും. അതിനെപ്പറ്റി ആകെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ഉസൂല്, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച അഖീദ, നമ്മൾ നേരത്തെ പഠിച്ചു വെച്ച ഫിഖ്, നേരത്തെ പഠിച്ചു വെച്ച ആശയങ്ങൾക്കെതിരായിട്ട് തോന്നുന്ന വാചകങ്ങൾ ഇത്തരം ആളുകൾ, അവർ വലിയ ആളുകളാണെങ്കിലും അവരെ കിതാബ് കണ്ടാൽ അതങ്ങനെ തന്നെ ബാഹ്യമായി മനസ്സിലാക്കാൻ പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കാതെ ക്ലാസ് എടുക്കുന്ന ചില ആൾക്കാരുണ്ട്. ഓല ധാരണ പോലും മറ്റാരും കാണാത്തെല്ലാം കണ്ട് ഒരു വലിയ മൊയ്ലാമാരാണ് എന്നൊരു ധാരണ. അത് ഈ
സദസ്സിൽ വന്ന് ഇരിക്കുന്നവനിക്കും തോന്നും ഇയാൾ വേറെ ആരും പറയുന്നുണ്ട്, വേറെ ആൾ പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് പഠിച്ചുകൊണ്ടാണ് വേറെ പലത് പറയാത്തത്. അപ്പോൾ അള്ളാഹിനെ സംബന്ധിച്ചുള്ള കുറേ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്ന ചില കാര്യങ്ങൾ അത് ഒരുപാട് ആളുകൾ കിതാബുകളിൽ മൂപ്പര് എണ്ണി ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ചിലത് മദ്സൂസാണ്, അവരെ പേരിൽ വെച്ച് കിട്ടിയതാണ്. ചിലർ അവരെ ആ ഇസ്തിലാഹ്, അവരെ പദപ്രയോഗങ്ങളോ അർത്ഥം തിരിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഈ ഫുതുഹാത്തുൽ മക്കിയ ഞാനൊന്ന് ചുരുക്കി എഴുതി എന്ന് പറയുന്നുണ്ട്. ഷറാൻ ചുരുക്കി എഴുതിയതിനാ അതിലുള്ള ഇങ്ങനത്തെ ഈ സംശയം വരുന്ന എല്ലാം അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാണ്. അങ്ങനെ വെട്ടിയതിന് ശേഷം, ഞാനങ്ങനെ എഴുതിയതിന് ശേഷം അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അതിൽ ഈ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല ഹുലൂൽ ഇത്തിഹാദിൻ്റെ വാദമൊക്കെ തോന്നിക്കുന്ന ചില സംഗതികൾ. അതിൻ്റെ ശേഷം ശംസുദ്ദീൻ അൽ മദനി എന്ന് പറയുന്ന ഒരാൾ ഫുതുഹാത്തിൻ്റെ ഒരു കോപ്പിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ശരിക്ക് അത് ബിനു അറബിയുടെ കൈയക്ഷരത്തിലുള്ളതാണ്. അത് ഞാൻ എഴുതിയത് തമ്മിൽ ഒപ്പിച്ചു നോക്കിയപ്പോൾ ഫലം അജിദ് ഫിഹ ശൈഅൻ മിൻ ദാലിക്കല്ലദീ ഹദഫ്തുഹു, ഞാൻ ചുരുക്കുന്ന സമയത്ത് വിട്ടുകളഞ്ഞതൊന്നും ഓരോ സ്വന്തം കൈപ്പടത്തിലുള്ള കോപ്പിയിൽ കാണുന്നില്ല. അപ്പോൾ ഫരീത്തു, ഞാൻ വല്ലാതെ സന്തോഷിച്ചു എന്ന് പറയുന്നു. അപ്പം നമ്മുടെ കിതാബ് വലിയ ആളല്ലേ എഴുതിയത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് നമ്മൾ ഉദ്ധരിക്കാനോ പറയാനോ പാടില്ല. മുതാലയ ചെയ്യാണ് വളരെ ശ്രദ്ധിച്ചിട്ടേ മുതാലയ ചെയ്യാവൂ. അതിനെപ്പറ്റി ഉസൂലും ഫുറൂവും തിരിയാത്തവന് അത് നോക്കരുത് എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ നിയമം. അതാണ് ഇമാം ഷാറാനി ശേഷം പറഞ്ഞു, വയ്യാക വൽ ഇജ്തിമാഅ ബിഹാഉലാഇൽ ജമാഅത്തില്ലദീന തളാഹറു ബിത്വരീഖിൽ ഖൗമി ഫി നിസ്ഫി സാനി മിനൽ ഖർനിൽ ആശിരി മിൻ ഗൈരി ഇഹ്കാമി ഖവാഇദി ശരീഅത്തി ഫഇന്നഹും ളല്ലൂ വഅളല്ലൂ ബിമുതാലഅതിഹിം കുതുബ തൗഹീദിൽ ഖൗമി മിൻ ഗൈരി മഅരിഫത്തി മുറാദിഹിം. ഉദ്ദേശം മനസ്സിലാകാതെ അത്തരം മഹാന്മാരുടെ കിതാബുകൾ നോക്കിയിട്ട് ഞാൻ തരീഖത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞിരുന്ന്, അല്ലെങ്കിൽ ഞാനൊരു അങ്ങനെയുണ്ട് ചിലർക്ക് തോന്നല്, ഞാനൊരു ഔലിയായിക്ക് തോന്നലുണ്ട്. അപ്പോൾ ഞാൻ കുറേ സ്വപ്നമെല്ലാം കണ്ടിട്ടുണ്ടാവും. അവരിങ്ങനെ ഇത് അപ്പോൾ പറഞ്ഞിട്ട് വരാം, അതെല്ലാം കിതാബിലുണ്ട് മുലാമാർ കിതാബ് നോക്കായിട്ടാണെന്ന് അറിയും. കിതാബിലും എല്ലാവരും കിതാബ് നോക്കാത്തതുകൊണ്ടല്ല, പറയാൻ പാടില്ലാത്തത് പറഞ്ഞിട്ട് അൽഹംദുലില്ലാ ജനങ്ങളെ ഈമാനം പോയി പോകും. അത് ശ്രദ്ധിക്കാണ്ട് ക്ലാസ് എടുക്കുന്നവരും എന്നിട്ട് അതിനാളെ കൂട്ടുന്നവരൊക്കെ കുറേ ഉണ്ട്. അതിലൊന്നും മുതലിമികൾ പെട്ടുവരുന്നത്. കിതാബ് നോക്കുന്നവരും വളരെ ശ്രദ്ധിക്കണം. ഇത്തരം വിഷയത്തിൽ വളരെ 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 വലുതാണ് അത്. ഇതിൽ തന്നെ ഇപ്പോൾ വേറെ പല ഇമാമിങ്ങളും ഇതുപോലത്തെ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. മുഹമ്മദ് ബിൻ അബി ബക്കർ അലവി തങ്ങൾ മസറ റബിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വൈംനമിമാദക്രഹുൽ മുഅർരിഖൂന മിൻ ഖസസിൽ അംബിയായി കഫുതൂഹി ഷാമിലിൽ വാഖിദീൻ്റെ ഫുതൂഹി ഷാം ഒരു ചരിത്രഗ്രന്ഥമാണ്. അത് നോക്കുന്ന പോലെ ശ്രദ്ധിക്കണം. ഫൈന ഗാലിബഹു മൗഖൂദുൻ മിമ്മാ ലാ യുസഖു ബിഹി മിൻ അഹ്ലിൽ കിതാബ്. ഇതേപോലെ മാ ഫീഹി ദിക്റു സിഫാത്തിൽ ഖംറിൽ മുഹറമത്ത്, അങ്ങനെ കുറേ സംഗതികൾ ബിനാചരിതങ്ങൾ ചില കിതാബുകൾ നോക്കരുത് എന്ന് ഫത്വ കൊടുത്തു. അങ്ങനെ പലരുടെയും ഗ്രന്ഥങ്ങൾ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ മുത്താല ചെയ്യുന്നവർ ഒരു ബോധവും ഇല്ലാതെ കാണുന്നതെല്ലാം മുത്താല ചെയ്യുക എന്നത് ഉണ്ടാകരുത്. ഫതാവൽ ഹദീസിൽ പിന്നെ അത് യാജൂസ് ഖിറാഅത്തു സീറത്തുൽ ബക്കരി ലിഅന്ന ഗാലിബഹ ബാത്തിലുൻ വകദിബുൻ വഖദ് ഇഖ്തലത ഹറുമൽ കുല്ലു ഹൈസു ലാ മുമയ്യിസാറ, നമ്മൾ തിരിച്ചറിയില്ല, അതുകൊണ്ട് തീരെ വട്ടേ നോക്കണ്ടതാണ്. അതേപോലെ തന്നെ ഒമിൻ ദാലിക തഅലമു ഹുർമത്ത ഖിറാഅത്തി നുസ്ഹത്തുൽ മജാലിസ്. ഈ ചിലരൊക്കെ നുസ്ഹത്തുൽ മജാലിസ് അതിൽ കുറേ കഥയും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ സംഗതികൾ പറയും. വനഹവി മിമ്മഖ്തലത്തൽ ബാത്തിലു ഫീഹി ബിഗൈരി ഹൈസു ലാ മുമയ്യിസ, അതിൽ ബാത്തിലല്ലാത്തതുകൊണ്ട് അത് നോക്കിയിട്ട് വേറെ അറിയാൻ പോരുത്. അത് നോക്കി ക്ലാസ്, അല്ലെങ്കിൽ പിന്നെ യമീസുള്ള ആളായിരിക്കണം. അത് വേറെ കിതാബിൽ കണ്ടതൊക്കെ ആണെങ്കിൽ പറയുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരുപാട് സംഗതികൾ ഈ കിതാബ് മുതാല ചെയ്യുന്നവർ ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യൽ ആവശ്യമുണ്ട്. കാണുന്നൊക്കെ അപ്പാട് പോയിട്ട് വിളമ്പാനും എല്ലാം നോക്കാനൊന്നും പറ്റൂല എന്നുള്ളതാണ് അയിമ്മത്ത് നമ്മളെ പഠിപ്പിച്ചത്. അത് നമ്മൾ പേച്ചുപോകാതിരിക്കാനാണ് അവരാ രൂപത്തിൽ പറഞ്ഞത്. ഇമാം സുയൂത്തി തങ്ങൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പിന്നെ ഒരാൾ പിന്നെ തസൗഫിൻ്റെ കിതാബുകളുടെ കൂട്ടത്തിൽ ഉള്ള ഏതോ ഒരു കിതാബ് നോക്കി, വഖാമിൻ ബാദി മൻ യസ്തഗ്ലി ബിഹുക്മി തസൗഫി അന്നഹു റഅ ഫീ കലാമി ബാദി ഷൈഅൻ തൂഹമു മിൻഹു അന്നഹു യഖൂലു ബി ഈമാനി ഫിർഔൻ.
ഫിറഔന് ഈമാൻ ഉണ്ട് എന്ന് ഈ കിതാബിൻ്റെ മുസന്നിഫ് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ഇബാറത്ത് തസൗഫിൻ്റെ കിതാബ് കണ്ട്. ഫഅഖദ ബിളാഹിരിഹി ഫജഅല യഖൂലു അക്സറു മാ ഫിൽ ഖദിയത്തി അന്നഹു ഹുസ്നുൽ ദന്നി ബിറജുലിൻ. അപ്പോൾ അയാളതിന് ന്യായം പറഞ്ഞ്, ഈ ന്യായം പറയുന്നുണ്ടാവുമല്ലോ, ന്യായം പറഞ്ഞ എന്താ ഒരാൾ മനുഷ്യനെ പറ്റി നല്ല വിചാരിച്ചെന്നല്ലേ ഉള്ളൂ. ഫിറൗൻ ഈമാൻ തന്നെ എന്താ കുഴപ്പം, മനുഷ്യനെ പറ്റി നല്ല വിചാരിച്ചെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ച്, ഖുർആനിൽ കുഫർ കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരാളെ പറ്റി ഇനി അങ്ങ് നല്ല വിചാരിക്കണം. അപ്പോൾ അയാൾ പറഞ്ഞ് ഖുർആനിൽ ഈമാനില്ല എന്ന് എവിടെയും പറഞ്ഞില്ല, ഈമാൻ ഉണ്ട് എന്നാണ് പറഞ്ഞാൽ കാല ആമൻ തൂന്നുണ്ട്. ഇയാൾ മുങ്ങിച്ചാകാൻ നോക്കുമ്പോൾ പറഞ്ഞ വാചകം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഈമാനോടുള്ള സഹായത്തല്ല, അവൻ പറഞ്ഞ് ഉദ്ധരിച്ചതാണ്. അങ്ങനെ ഇത്തരം ഒരു സന്ദർഭത്തിൽ എന്താവില്ല, ഫലം യംഫഹും ഈമാനും ലമ്മാറഹു ബസന എന്നുള്ള പറഞ്ഞാണ്. ആ ഈമാൻ ശരിയാവില്ല. അന്നേരം പറഞ്ഞാൽ നരകത്തിലാന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് ഞാനൊരായത്ത് ഒതുക്കി കൊടുത്തു, അത് ഹിലു ആല ഫിറോവിന് അശദ്ധല്ലാതെ. അന്നേരം പറഞ്ഞ് അത് ഫിറോവിൻ്റെ കുടുംബത്തിനെ പറ്റിയാണ് പറഞ്ഞു, അയാളെ പറ്റിയും പറഞ്ഞില്ല. തർക്കിക്കുന്നു എനിക്ക്, തർക്കിക്കാലോ, എന്തും പറഞ്ഞ് തർക്കിക്കാലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ് അത് മഹാവിഡിത്താണ് അവനെ പറഞ്ഞ് യഖുദുമു ഖൗമഹു യൗമൽ ഖിയാമത്തി ഫൗറദഹും മുന്നാർന്ന് ഖുർആനിലിടുക. അന്നേരം ഇയാളെ മറുപടി എന്താ വെച്ചാൽ ഔറദഹും വറജഅൻഹും, കുടുംബത്തിനെല്ലാം നരകത്തിലിട്ട് ഓനങ്ങ് മാറിക്കളഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് അയാൾ ന്യായീകരണം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാഹു അക്ബർ, അത് ഈ ആഫത്തു മൻ തറക്കമായ അനിഹി വസ്തഖല ബിഗൈരിഹി, ആവശ്യമില്ലാത്തത് കൊണ്ട് ജോലിയാവുകയും ആവശ്യമുള്ള ഒഴിവാക്കുകയും ചെയ്താലുണ്ടാകുന്ന മുസീബത്താണിത്. എന്നുവെച്ചാൽ പഠിക്കേണ്ടതൊന്നും മനസ്സിലാക്കേണ്ടതൊന്നും പഠിക്കാണ്ട് തസൗഫിൻ്റെ ഗ്രന്ഥാന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ എന്തായി, ഇങ്ങനൊരു ആശയത്തിൽ പോയി ചാടി പിന്നെ അതിനെ ന്യായീകരിക്കാൻ നടന്നു. അപ്പോൾ പിന്നെ എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഫലൂ നദറ ഹൗലായി ഫി തഫ്സീൽ കിതാബിൽ അസീസ് വഹാദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അശറഖ ഫി ഖുലൂബിഹിം അൽ-ഉലൂം അശ്-ശർഇയ്യ വൽ ആദാബ് അസ്-സനിയ്യ യഅലിമു കുഫ്ര ഫിറഔന ഇൽമൻ യഖീനിയൻ യഖ്ലൂന ബി കുഫ്രി മൻ ഖാല ബി ഈമാനിഹി ലിതക്ദീബി അൻ-നുസൂസ് അൽ-വാരിദ ഫിൽ കിതാബി വസ്സുന്ന. വാസ്തവത്തിൽ ഈമാൻ ഉണ്ട് എന്ന് പറയുന്നവന് കുഫർ വരുമെന്ന് വിധിക്കുന്നതാണ് ഖുർആനും ഹദീസും അറിയിക്കുന്ന ഇൽമ്. അപ്പോൾ എന്താണ് സംഗതി പറ്റിയെന്താ, തസൗഫിൻ്റെ ഗ്രന്ഥം നോക്കിയേ. പക്ഷേ തസൗഫിൻ്റെ ഗ്രന്ഥം നോക്കുമ്പോൾ ആദ്യം ഉസൂൽ റെഡിയാക്കാണ്ട് നോക്കി. അതാ സുഹൃത്യമാൻ പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്യരുത്, ഒരിക്കലും വിവരമില്ലാതെയും ബോധമില്ലാതെയും ഇത്തരം ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് പോയി പെടാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം കിതാബുകൾ മുത്താല ചെയ്യാൻ. ഇതേപോലെ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഇബ്നുൽ ജൗസിക്ക് തൽബീസ് ഇബ്ലീസ് എന്ന് പറഞ്ഞ കിതാബുണ്ട്. ഇബ്നുൽ ജൗസി വലിയ ആളാണ്. പക്ഷേ അതിനെ സംബന്ധിച്ച് ചില ഇമാമിങ്ങൾ പറഞ്ഞു കിതാബ് ഇബ്നുൽ ജൗസിൽ മുസമ്മ തൽബീസ് ഇബ്ലീസ് ലനഹു സബ്ബ ഫീഹിൽ ഖൗമക്കൽ ജുനൈദി വഗൈരിഹി. ജുനൈദുൽ ബഗ്ദാദിനെ പോലത്തെ സൂഫിയാക്കളെ അയാളതിൽ മോശാക്കി പറയുന്നുണ്ട്. അലഹും ഖൗമുൻ ജാവസുൽ മജാനീന ഫദാലിക്കൽ കിതാബ് മിൻ തൽബീസ് ഇബ്ലീസ് അല ഇബ്നുൽ ജൗസി എന്നാണ്. വാസ്തവത്തിൽ അതെന്താണ്, ഈ ഇബ്നുൽ ജൗസിക്ക് തൽബീസ് ഇബ്ലീസ് ഉണ്ടായതാണ്. മൂപ്പരോ തൽബീസ് ഇബ്ലീസ് തന്നെ കിതാബ് എഴുതിയതാണ്. അതുകൊണ്ട് അത് കണ്ടിട്ട് വിട്ടുകൊണ്ടാണ്. പിന്നെ അതിന് ശേഷമുള്ള ഇമാമികൾ പറയാണ്. അപ്പം അങ്ങനെ പിന്നെ ലാ തജൂസു ഖിറാഅത്തു കുതുബി ഇബ്നുൽ ജൗസി ഫിൽ മസാജിദ് ബൈനൽ അവാമി ലികസറത്തി മാ നഖലഹു മിൻ അഹാദീസിൽ മൗദൂഅ എന്ന് വേറെ ചിലർ പറയുന്നുണ്ട്. അപ്പം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കിതാബുകൾ മുത്താല ചെയ്യാനും കിതാബ് നോക്കാനും. ഓരോന്നിൻ്റെയും കാറ്റഗറിയെ സംബന്ധിച്ച് നല്ല ബോധം വേണം. ഇനി ഒരു വലിയ ആൾ, വലിയൊരു മഹാൻ തന്നെ ഒരു കിതാബ് എഴുതിയാൽ അദ്ദേഹത്തിൻ്റെ വേറെ കിതാബുകളിൽ എന്ത് പറഞ്ഞു എന്നുള്ളതിനെ പറ്റിയും അതോടനുബന്ധിച്ച് മറ്റുള്ളവരെല്ലാം എന്ത് പറഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ നോക്കിയിട്ട് വേണം അത് പറയാൻ. അല്ലാതെ കിട്ടുന്നതിലും വിളമ്പാൻ പോരുത്. അങ്ങനെ വിളമ്പിയാൽ ഈമാൻ ഉണ്ടാവില്ല. നമ്മൾ അബദ്ധത്തിൽപ്പെടും, ആളുകൾ അബദ്ധത്തിൽ പെടുത്തലും ആവും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ അബ്ദുൽ കരീം ജീലിൻ്റെ ഒക്കെ കിതാബുകൾ അതിനെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ട്. യൂസുഫിൻ്റെ ബാനി റഹ്മുള്ള പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ഭാഗത്തിൽ നിന്ന് തീരെ ഒഴിവാക്കിക്കളഞ്ഞു. കാരണം ഒരിക്കലും ഒരു ന്യായീകരണം കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള വാചകങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹം വലിയ മഹാനാണ്, വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം മഹാനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കിതാബിൽ നമുക്ക് ലാഹിർ മനസ്സിലാകാത്ത സംഗതികളുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കില്ല എന്ന് വിചാരിക്കുക. നമുക്ക് മനസ്സിലാക്കില്ല വിചാരിക്കാൻ അത് ഉദ്ധരിച്ചിട്ട് ആളുകളോട് അതിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം വിഷയങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്ന ചില ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. അത് വലിയ അബദ്ധത്തിൽ കൊണ്ടുപോയി ജനങ്ങളെ ചാടിക്കും. കേൾക്കുന്നവർ വിചാരിക്കും വേറെ ആർക്കും കിട്ടാത്ത കുറേ ഇൽമ് ഈ മൊയിലാർക്ക് കിട്ടിയിട്ട് ഇയാൾ ഭയങ്കരമാണെന്ന് ഇങ്ങനെ തോന്നും. സംഗതിയാണെങ്കിൽ ആളുകളെ കൊണ്ടുപോയിട്ട് അവസാന കാലത്തിലും വരാലത്തും കൊണ്ടുപോയി ചാടിക്കുകയും ചെയ്യും. ഈ ഉസൂല് മനസ്സിലാക്കാതെ പോകും.
ഒരുപാട് ചർച്ചകൾ ഉസ്താദ് പറഞ്ഞ പോലെ ഓൺലൈനിൽ ലഭ്യമാണ്. പലരും ഉസ്താദ് ഇബ്നു അറബിയെ കുറിച്ചുള്ള ചർച്ചകൾ വരുന്നു. അപ്പം അവിടെയൊക്കെ നമ്മൾ പാരമ്പര്യമായി പറഞ്ഞു വരുന്ന സംഗതികൾക്കപ്പുറത്തേക്ക് അവരൊക്കെ ഉദ്ധരിക്കുന്ന ഉസ്താദ് പറഞ്ഞ പോലെ പല കിതാബിൻ്റെയും പല ഇബാർത്തുകളായിരിക്കും. ഇതിനെല്ലാം സമഗ്രമായി മനസ്സിലാക്കി പാരമ്പര്യത്തിൻ്റെ വഴിയിലൂടെ വന്ന ഒരു സംഗതി നമ്മളെ കയ്യിൽ അപ്പുറത്തുണ്ട്. ഇങ്ങനൊരു ഘട്ടത്തിൽ ഒരു മുത്തലിം എങ്ങനെയാണ് കാണേണ്ടത്? ആ മുത്തലിം എപ്പോഴും പണ്ട് കാലത്തെ നമ്മൾ വിശ്വസിച്ച് വരുന്നത് നമ്മൾ ഓതിപ്പടിച്ച ഇൽമുണ്ട്. നമ്മൾ ഉസ്താദ്മാർ നമുക്ക് പഠിപ്പിച്ച ഇൽമ ഇപ്പോൾ ഷറഫുലൊക്കെ ആയത് അതേപോലെ താഴേന്ന് നമ്മൾ പഠിച്ച ഉഹറത്ത് തൊഹീദ്, അതിൻ്റെ സറാഹികൾ, അതിൻ്റെ ഹാഷ്യകൾ, അതുപോലെ തുടങ്ങിയിട്ട് പിന്നെ ഉമുൽ ബറാഹീൻ, അങ്ങനെയൊക്കെ നമ്മൾ അഖീദ പഠിച്ചിട്ടുണ്ട് കുറേ. ഇതേപോലെ നമ്മൾ പഠിച്ച ഫിഖ്ഹിൻ്റെ കിതാബുകൾ, ഫതഹുൽ മുഈൻ, മുത്തഫ, അങ്ങനെ തുടങ്ങിയിട്ട് അതിലൊക്കെ എന്താ പറഞ്ഞതെന്ന് നോക്കിയിട്ട് അതിനെ വിരുദ്ധമായിട്ട് തോന്നുന്ന ഒരു സംഗതിയും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. കാരണം അവരൊക്കെ ഇതെല്ലാം കണ്ടവരാണ്. അതിനെ സംബന്ധിച്ച് നമ്മളോട് അവർ പറയുകയും ചെയ്തു. ഇബ്നു അറബി റഹിമഹുല്ലാഹിയുടെ കിതാബ് നോക്കരുതെന്ന് പറഞ്ഞല്ലോ. ഇബ്നു അറബിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇബ്നു അറബി തള്ളിപ്പറഞ്ഞിട്ടല്ല പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ കിതാബ് നോക്കിയാൽ അബദ്ധത്തിൽ പോയി ചാടും എന്ന് പറഞ്ഞ് നമ്മൾ കുഴിയിൽ വിടുകാതിരിക്കാൻ വേണ്ടിയാണ് സൈനുദ്ദീൻ മുഹമ്മദ് തങ്ങളും ഇബ്നു ഹജർ തങ്ങളൊക്കെ പറഞ്ഞത്. ആ ഓലെ പറഞ്ഞതിനെ മറികടന്നിട്ട് അതൊന്നല്ല അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ എന്ന് വിചാരിച്ച് നോക്കുന്നതിന് കുഴപ്പമില്ല. നല്ല വിവരമുള്ളടുത്ത് നോക്കിയിട്ട് മറ്റുള്ളതിലൊക്കെ ഉള്ള മുവാഫിക്കായതൊക്കെ സ്വീകരിച്ചു, അല്ലാത്തൊന്നും സ്വീകരിക്കാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല. അബ്ദുൽ വഹാബ് ഷഹറാനൊക്കെ ഇതാണ്ടിലാക്കി മറ്റുള്ള കിതാബെന്ന് മൂപ്പർക്ക് യഥാർത്ഥത്തിൽ അതിൻ്റെ കോപ്പി കിട്ടാണ്ട് തന്നെ വെട്ടിക്കളിയല്ലേ ഇത്. കാരണം ഇത് ആളുകൾ മുമ്പിൽ പറയാൻ പറ്റുന്നില്ല, ആളുകൾ പഴിച്ചു പോകും. അത് വെട്ടിയിട്ട് പിന്നെയാണ് മനസ്സിലാകുന്നത് അതൊക്കെ വേറാരോ കൂട്ടിച്ചേർത്താന്ന് പിന്നെ മനസ്സിലാകുകയാണ്. ഷെഹറാബിൻ ഇമാമിനെ ഓരോ കിതാബിനെ പറ്റി തന്നെ പറയുന്നുണ്ടത്. എൻ്റെ കിതാബിൽ ഒരുപാട് ആളുകൾ എന്തെല്ലോ കൂട്ടിച്ചേർത്തു, എന്നെ പറ്റി ആളുകളുടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മളും കാണുന്നില്ല. നമ്മളെ പ്രസംഗം തന്നെ ഇപ്പോൾ ഇങ്ങനെ ഈ ക്ലിപ്പ് കുറിച്ചിട്ട് പല വകയിൽ വിശദീകരണമാക്കി അപ്പോഴേക്ക് ആളുകൾക്ക് മനസ്സിലാവില്ല എങ്ങേപ്പുറം എന്താ പറഞ്ഞ് അങ്ങേപ്പുറം എന്താ പറഞ്ഞ് എന്തിനെ പറ്റിയാണ് പറഞ്ഞ്. അതൊന്നും സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിയില്ല. അവിടെ കൺഫ്യൂഷൻ ആക്കിയിട്ട് ആളുകളെ തെറ്റിക്കുക. മുമ്പേ നമ്മൾ വിലമാകെ അനുഭവിച്ച ഒരു പരീക്ഷണമാണ് അത്. ചിലപ്പോൾ നമുക്കെല്ലാം ഈ ചെറിയ ചെറിയ സംഗതികളാണെങ്കിലും അത് വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം ആ സിൽക്കിൽ നമ്മൾ വരുന്നുണ്ടല്ലോ. നമ്മൾ വിചാരിക്കാത്തത് വ്യാഖ്യാനിക്കുക, വിചാരിക്കാത്ത രൂപത്തിൽ പറയുക, എന്നിട്ട് അതിനെ ഗണ്ണിക്കുക. ഒക്കെ പഴയ കാലത്തേ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇമാമികളുടെ കാലഘട്ടത്തിലേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അശ്അരി ഇമാമിനെ കുറിച്ച് അവിടുന്ന് അവസാന കാലത്ത് തൗബ ചെയ്തു എന്ന് പറയുന്നത്. അതെ അതെ അതെ. റാസി ഇമാം അവസാന കാലത്ത് തൗബ ചെയ്തു എന്ന് പറയുന്നത്. ഇതിനൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ സമൂലത്തിന്റെ സംഭവം ഉണ്ടായിരുന്നു. തൗബ ചെയ്തു മാത്രം പറയുന്നെങ്കിൽ അവസാനത്തിൽ തൗബയിലൂടെ നമ്മൾ തന്നെ അമിത്തിനാല ഈമാനി തൗബ എന്നല്ലേ നമ്മൾ ദ്വാരക്കല്. ഈമാനോടും തൗബയോടും മരിപ്പിക്കണമല്ലോ പറയുന്നത്. അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ അയിമത്തൊക്കെ അവർക്കുണ്ടാകുന്ന തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നറിയോ? അവരുടെ ദിവസം അവർ ദറജ വർദ്ധിച്ച് മഖാമ് വർദ്ധിച്ച് വരികയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ദറജ വെള്ളം നോക്കുമ്പോൾ അവർക്കൊരു താണതായിട്ട് തോന്നും. അപ്പോൾ അതിലൊരു ഇതായിരിക്കും, ഒരു നിലക്ക് തായ്പായിരിക്കും. അതിനേക്കാണ് ഉയർന്ന നിലവാരത്തിൽ മുമ്പ് എനിക്ക് നീങ്ങാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ധാരണ ഉണ്ടാവും. അതേസമയത്ത് അഖീദ പിഴച്ചിട്ട് മുമ്പ് ഞാൻ പറഞ്ഞ അഖീദൊക്കെ കുഫറായിപ്പോയി അല്ലെങ്കിൽ ബിദഅത്തായിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് തൗബ ചെയ്തിട്ട് ഇവരെ ആശയത്തിലേക്ക് വന്നു എന്നാണ് ഈ മുബ്തദിയത്ത് പ്രചരിപ്പിക്കുന്നത്. ഈ അഖ്സാമുൽ പറ്റി പറഞ്ഞതും ഇമാം അശ്അരി റളിയല്ലാഹുവിന്റെ ഇബാനയെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു മുമ്പ് കാലത്ത് സുന്നത്ത് ജമാഅത്തൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ച് ഇവിടെ കിതാബൊക്കെ എഴുതി, തഫ്സീറൊക്കെ റാസി ഇമാം എഴുതി, അതുപോലെ മഖാലാത്തുൽ ഇസ്ലാമിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ഇമാം അശ്അരി എഴുതി. ഇമാം അശ്അരി അതിൽ അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ ഈ റാഫിളത്തിൻ്റെ വാദമാണ് എന്നൊക്കെ ഇമാം അശ്അരിയുടെ കിതാബ് അതിന് പച്ചയിൽ പറഞ്ഞു വരും. ആ പറഞ്ഞ ഇമാം അതൊക്കെ തിരുത്തിയിട്ട് ഇവരെ പടച്ചോൻ കസേരം കൂത്തിരിക്കുകയാണ്, അള്ളാഹ് കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞ് എന്ന് പുതിയ കിതാബിൽ അതിനെ സ്ഥിരപ്പെടുത്തി നേരത്തെ എഴുതിയ സുന്നത്ത് ജമാഅത്തിൽ വന്നതിന് ശേഷം എഴുതിയ കിതാബുകളൊക്കെ തള്ളി എന്നാണ് അവർ വാദിക്കുന്നത്. ആ വാദത്തെയാണ് നമ്മൾ ഗണ്ണിക്കുന്നത്. അല്ലാതെ ഏത് ഇമാമിയങ്ങളും വഫാത്തിനോടനുബന്ധിച്ച സമയത്ത് അവർ അള്ളാഹുവിനോട് കരഞ്ഞ് വളരെ താഴ്മയോടുകൂടെ സംസാരിക്കും. അതുപോലെ സ്വഭാവമാണ് അത്. അവരെ അള്ളാഹുമായുള്ള അടുപ്പത്തിൻ്റെ ലക്ഷണമാണത്. ഒരു അവസാനത്തിൽ ധിക്കാരിയായിട്ടല്ല വഫാത്താവുക, ഒരു അള്ളാഹുലേക്ക് അടുത്തുകൊണ്ടാണ് വഫാത്താവുക. അപ്പോൾ ആ വഫാത്ത് ഷാഫി ഇമാമുല്ലാഹു വലമ്മ ഖസാ ഖൽബി വലാഖത്ത് മദാഹിബി ജഅൽതു റദായി അന്നഹു അഫ്വിക സുല്ലമ തഅലമനി ദംബി ഫലമ്മ ഖറൻതുഹു ബി അഫ്വിക റബ്ബി കാന അഫുക അളമ എന്നിട്ട് അള്ളാഹിൻ്റെ അഫു മാത്രമേ എനിക്ക് പ്രതീക്ഷയുള്ളൂ,
ഞാൻ വളരെ മോശക്കാരനാണ് എന്ന് അള്ളാൻ്റെ മുമ്പിൽ സമ്മതിച്ചുകൊണ്ടാണല്ലോ ഷാഫി ഇമാമ് വഫാത്ത്. അതിന് ഓരോ മോശക്കാരനാകൊണ്ട് വിധിക്കല, അത് ഓരോ മോശക്കാരനാന്ന് വിധിക്കല്ലോ. ഒരു മൊയിലാർ കരഞ്ഞുകൊണ്ട് വയല് തീർക്കുമോ നോക്കുമ്പോൾ പഠിച്ചവനെ ഞാൻ വളരെ മോശക്കാരനാണ്, ഞങ്ങളൊക്കെ വളരെ മോശക്കാരാണ്, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും മാപ്പ് തരണം, എന്താർക്കും ഒരുത്തേ എങ്ങനെ പറഞ്ഞു പറയാണ്ടോ അയാൾ വളരെ മോശക്കാരനാന്ന് പറഞ്ഞില്ലേ പഠിച്ചവനോട്, അതുകൊണ്ട് അയാൾ വളരെ മോശക്കാരനാന്ന് വിധിക്കുന്നത് ഓനെ കാണുമ്പോൾ വിഡ്ഢി വേറാൻ. അപ്പം അത് അവരുടെ അങ്ങേയറ്റത്തെ തവാദുവിൻ്റെ പ്രകടനത്തിൻ്റെ ഭാഗമാണ് അത്തരത്തിലുള്ള അവരുടെ വാചകങ്ങളൊക്കെ. അതൊന്നും അവർ നേരത്തെ പഠിപ്പിച്ചത് തെറ്റാണ് എന്ന ആശയപ്രകാരത്തിൽ അല്ല, അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. വഹാബികൾ ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്നുള്ളതിനെ വിശദീകരിക്കുന്നതും ഈ പറഞ്ഞ പോലെ അതെന്താണ് അവർ പറഞ്ഞത്, അവരുടെ ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ലാഹിർ എടുത്തു വെച്ചാൽ ഷാഫി ഇമാമിന് സഹീഹ് ഹദീസിനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നല്ലേ അതിൻ്റെ നേരർത്ഥം. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, എൻ്റെ മദ്ഹബ് സഹീഹ് ഹദീസ് വന്നാൽ അതാണ് എന്ന് പറഞ്ഞാൽ സഹീഹ് ഹദീസിൻ്റെ എതിരെ ഓർന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അതിൻ്റെ ലാഹിർ മേനതാണ്. എന്നാൽ അതിന് മറ്റൊരു വിശദീകരണം ഇമാം നവവി റളിയല്ലാഹുവിനൊക്കെ ശറഹുൽ മദ്ഹബിൻ്റെ തുടക്കത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മുജ്തഹിദീങ്ങളായ അയിമ്മത്തിനോട് പറഞ്ഞതാണ്, എൻ്റെ മദ്ഹബ് എന്ന് പറയുന്നത് അത് സഹിയായ ഹദീസ് വന്നാൽ അത് സ്വീകരിക്കുക എന്നതാണ്, ആ മാനദണ്ഡമാണ് നിങ്ങളും അവലംബിക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. അപ്പം അത് പിന്നെ സിഹത്തിൻ്റെ വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് സഹിയായ ഒരു സംഗതി മറ്റൊരാൾക്ക് സഹിയായില്ല എന്ന് വരും. അതൊക്കെ ഈ റഫീൽ മലാമിൽ ഇബ്നു തൈമിയ പോലും വിശദീകരിച്ചിട്ടുണ്ട്. ഒരാളത്ത് സഹിയായത് മറ്റൊരാൾക്ക് സഹിയായിക്കോണം, ഒരാൾ സ്വീകരിക്കും മറ്റൊരാൾ സ്വീകരിക്കില്ല, അപ്പോൾ സ്വാഭാവികമാണ്, അത് മറ്റൊന്നാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഈ ആകത്തുക ഈ കിതാബ് മുത്താല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രസവിക്കപ്പെട്ടുള്ള തന്നെ കിതാബ് മുത്താല ചെയ്യാന്നല്ല. ആദ്യം ഉസൂലും ഫുറൂയൊക്കെ നന്നായി പഠിച്ച് ഇന്ന് നമ്മുടെ സിലബസിൽ പോകുന്ന കിതാബുകൾ അത് നന്നായി പഠിച്ച് മനസ്സിലാക്കി ആവർത്തിച്ച് ഓതി നോക്കി എന്നിട്ട് അതിൽ പറഞ്ഞ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കി കഴിയുന്നതോടുകൂടെ മുത്താല ചെയ്ത് ഇങ്ങനെ വളരണം. ആ മുത്താല ചെയ്ത് വളരുമ്പോൾ ചിലപ്പോൾ സംശയങ്ങളൊക്കെ വരുമ്പോൾ അത് ഉസ്താദാനോട് ചോദിച്ച് തീർക്കുകയും അതുപോലെ വേറെ കിതാബുകൾ നോക്കി മനസ്സിലാക്കി തീർക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികമായിട്ട് ആവശ്യമായി വരുന്നൊരു കാര്യം. ഈ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കൂ. അപ്പോൾ അവിടെ ഉസ്താദുമാരുടെ അടുത്ത് പോകുന്നതും കിതാബ് മുത്താല ചെയ്യുന്നതും ഒക്കെ വ്യത്യസ്ത വഴികളാണല്ലോ. അതെ. അപ്പോൾ അവിടെ ഉസ്താദുമാരുടെ അടുത്ത് പോയി അതിൻ്റെ ഒരു തീർപ്പിലേക്ക് എത്തുക എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ട് തീർപ്പെത്തുക എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. പക്ഷേ അവിടെയും നോക്കണം, ഓരോ വിഷയത്തിലും കൂടുതൽ അഗാധ പാണ്ഡിത്യമുള്ളവരെ അടുത്ത് നമ്മളിവർ ഈ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മളെ സാധാരണ നമ്മൾ ചികിത്സിക്കുന്ന MBBS ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകേണ്ട രോഗത്തിന് അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോയിട്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോകും. ഒരു സ്പെഷ്യൽ കേസ് വരുമ്പോൾ അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളെ തന്നെ കാണും. അപ്പോൾ അവിടെ കാർഡിയോളജിനെ കാണ്ടി വരും. വേറൊരു സെക്ഷൻ കൈകാര്യം ഒരു കണ്ണിൻ്റെ ആണെങ്കിൽ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണേണ്ടി വരും, ENT ആണ് ENTനെ കാണേണ്ടി വരും. ഇതുപോലെ ഇത്തരം ഈ അഖീദ വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ആ വിഷയവുമായി കെട്ടിമറിഞ്ഞ് കിതാബുകൾ ഒരുപാട് നോക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തവർ. പോലെ തസൗഫാണ്, തസൗഫിൻ്റെ കിതാബുകളും മറ്റൊക്കെ നന്നായിട്ട് ഒരുപാട് നോക്കി മനസ്സിലാക്കിയവർ അത്തരം ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങൾ തീർക്കാൻ നോക്കണം. നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് കണ്ടുവച്ച് അതനുസരിച്ചൊട്ടാകെ പറഞ്ഞ് അങ്ങനെ നേരത്തെയുള്ള വിശ്വാസവും കർമ്മങ്ങളൊക്കെ പിടിപാറ്റുന്ന വരും. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വിശ്വസിച്ച് വന്ന വിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുന്ന വിധത്തിൽ പറയുന്നവരൊക്കെ അവരടുത്ത് പോയിട്ട് സംശയം തീർക്കാൻ പോയാൽ ഒരു വേഗം ഈ സംശയം തീർക്കാൻ ചെന്ന കുട്ടിക്ക് ചിലപ്പം വലിയ കിതാബ് വലിച്ചിട്ട് ചിലപ്പോൾ ഫുസൂസുൽ ഹിക്കമോ അല്ലെങ്കിൽ ഫുതുഹാത്തുൽ മക്കിയോ എൻ്റെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു വലിയ വലിയാണ് ഷെയ്ഖുൽ അക്ബറാണ് ഓർ പറഞ്ഞ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഈ കുട്ടിക്കുണ്ടോ തിരിയുന്നേ, ഇതിൻ്റെ അങ്ങേപ്പുറപ്പുറം മനസ്സിലാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം വെച്ചാൽ അത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് നല്ല പാണ്ഡിത്യമുള്ള ആളുകളായി കണ്ടിട്ട് തന്നെ സംശയം തീർക്കണം. വെറും ഒരു ഞാൻ പഠിച്ച ഉസ്താദ് എന്ന് മാത്രം കാണാൻ പാടില്ല. ഞാൻ പഠിച്ച ഉസ്താദ് എന്ന് മാത്രം കാണിച്ചാൽ ആ ഉസ്താദിന് അത്രത്തോളം ആൾ നല്ല ആളായതുകൊണ്ട് വിഷയത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിഷയത്തെക്കുറിച്ച് അന്നലക്ക് ഒരു നിരൂപണ മനസ്സോടുകൂടി പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് നമ്മൾ മുമ്പ് കാലത്തെ കാണുന്നില്ല. ഇപ്പോൾ ബുഖാരി ഇമാമിൻ്റെ ചില ഹദീസ് എന്ന ഓറതങ്ങോട്ട് തട്ടിക്കളി, ഓറ ശർത്തനുസരിച്ച് അത് ശരിയാക്കി ഉണ്ടാവും, ശരിയാക്കി ഉണ്ടാവും. അപ്പോൾ ഓറത് തട്ടും. അത് തട്ടിയ വകയിൽ മറ്റൊരു കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ സഹിയാന്ന് പറഞ്ഞാൽ എൻ്റെ ഓറന്താ സഹിയല്ല എന്ന് പറഞ്ഞൊന്നും അങ്ങനെ കംപ്ലൈൻ്റ് ഒന്നും അവർക്ക് ഉണ്ടാവില്ല.
അഥവാ ഞാൻ പറഞ്ഞതിൽ അബദ്ധം ഉണ്ടെങ്കിലും ഓറ് പറഞ്ഞിട്ടെങ്കിലും ആളുകൾ രക്ഷപ്പെട്ടാൽ ഞാനും കൂടി രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്തയുണ്ടാവും. അത് ഇമാം കുറുദിയൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ഇമാം ഒരു വിഷയം പറഞ്ഞാൽ തന്നെ ആ ഇമാം പറഞ്ഞതിൽ അബദ്ധം ഉണ്ടെന്ന് വേറൊരു ഇമാമിന് മനസ്സിലായാലും അവർ എന്ത് ചെയ്യും, അവിടെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലേന്നോ, ഒരു ഉസ്താദിൻ്റെ ശിഷ്യന്മാരല്ലേന്നോ, അല്ലെങ്കിൽ ഞങ്ങൾ ഒരേ ടീമല്ലേ എന്നൊന്നും അവർ നോക്കൂല. അവർ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. പറഞ്ഞ് ബാത്തിലും മറുന്നതാന്ന് പറയും. ഇനി അല്ലാത്തതാണ് ഖത്തവും സരീഫ് എന്ന് പറയും. അങ്ങനെ പറയും. അത് പറയാൻ നിങ്ങൾക്കൊരു മടി ഉണ്ടാവില്ല. കാരണം ഇത് ദീനാണ്. ഇത് കക്ഷിത്വം നോക്കി പറയേണ്ട സംഗതിയോ ഇത് അതുപോലെ തന്നെ ഇത് സംഘടന നോക്കി പറയേണ്ട സംഗതി ഒന്നല്ല. ഇത് ദീനാണ്. ദീനായിട്ട് അവർ പറയും. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇപ്പുറത്തെ ആൾ ചിലപ്പോൾ മരിച്ചു കിട്ടും. നേരത്തെ പറഞ്ഞ് ബാത്തിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഖത്ത് പറഞ്ഞാൽ മരിച്ചുണ്ടാവും. അദ്ദേഹത്തിന് എന്ത് സംഭവിക്കുന്നത്, അദ്ദേഹത്തെ സംബന്ധിച്ചാണ് ഇമാം യൂസുഫ് നബ്ഹാനി ശരിക്കും പറയുന്നുണ്ട് ഷവാഹിദിൽ. അദ്ദേഹത്തിന് വലിയ സന്തോഷം ഉണ്ടാവുക. കാരണം എന്തുകൊണ്ട്, ഞാൻ പറഞ്ഞ ഒരു അബദ്ധം അദ്ദേഹം തിരുത്തിയതുകൊണ്ട് ആളുകൾ അതിൽപ്പെട്ടിട്ട് ഞാൻ കുടുങ്ങൂല. ഞാൻ കുടുങ്ങലല്ലേ ഉണ്ടാവും അയാളെ തിരുത്തിയില്ലെങ്കിൽ. അതുകൊണ്ട് അദ്ദേഹം അത് തിരുത്തിയല്ലോ എന്ന വകയിൽ തിരുത്തിയ ആളോട് സന്തോഷം അവർക്കുണ്ട്. കാരണം അവരും നല്ല മനുഷ്യന്മാരാണ്. അബദ്ധങ്ങളൊക്കെ ആർക്കും സംഭവിക്കാലോ. അപ്പോൾ ഖത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തിയ വകയിൽ അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനൊരു കാര്യമുണ്ട്, നമ്മളെപ്പോലത്തെ വിവരമില്ലാത്ത പോയിട്ട് നമ്മളെ വിവരക്കേട് വെച്ച് തിരുത്താൻ പോരുത്. അത് അവരെ പോലത്തെ പോലെ തന്നെയാണ് എന്താകണ്ടേ, അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ച് പറയേണ്ടത് അവരാണ്, നമ്മളല്ല. ആ മേഖലയിൽ അറിയപ്പെട്ട ഉസ്താദുമാരുടെ അടുത്തൊക്കെ പോയിട്ട് അത്തരം വിഷയങ്ങളാകുമ്പോൾ അതുമായിട്ട് കൂടുതൽ അത് ഒരാളെ കണ്ടിട്ട് സംശയം ചെയ്തില്ല പിന്നെ വേറെ ആളെ പോയി കാണണം. അന്വേഷണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. മുത്തലിബികൾ എന്ന് വെച്ചാൽ അതൊന്നും ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രാഥമികമായി അത് ഫത്തുഹിൽ മുനു എൽഫിയോ എന്ന കുട്ടികൾ ജലാലിനി ഓതി കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള മേലോട്ടുള്ള അന്വേഷണം. അതിൻ്റെയും മേലോട്ട് കുറച്ച് കിതാബിലും നോക്കിയാൽ മനസ്സിലാകുന്നവരും ഉസൂലൊക്കെ ഏകദേശം ഓതിപ്പടിച്ചവരും. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ നിലക്ക് പറയുകയാണെങ്കിൽ പറയേണ്ടത് ഒരു മുതവ്വൽ ക്ലാസ് കഴിഞ്ഞിട്ട് തുടങ്ങേണ്ടത് അങ്ങനെയാണ്. കാരണം ഇന്നത്തെ മുതവ്വൽ ഇതിനെ പഴയ പോലെയല്ല. പഴയ കാലത്തൊരു മുതവ്വൽ ക്ലാസ്സിലെത്തുന്ന ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നിറഞ്ഞ ഒരു ആലിമായി കഴിഞ്ഞിട്ടുണ്ടാവും. അൽഫിയെല്ലാം ചിലപ്പോൾ അദ്ദേഹം 5-10 പ്രാവശ്യം ഓതിയിട്ടുണ്ടാവും. അതേപോലെ ഓരോ ദർസിലും ഉസ്താദ്മാർ ദർസിൽ മറ്റ് ഇമാം ഹുസൈനിനെ പറ്റി പറഞ്ഞില്ല, 500-ലധികം സമയം എന്ത് ചെയ്തു, പിന്നെ കിതാബ് റിസാല ഷാഫി ഇമാമിൻ്റെ ഒന്ന് ഓതി അറിഞ്ഞില്ലേ. നമ്മളിപ്പോഴത്തെ കുട്ടിയുടെ ഒരു പ്രാവശ്യം ഓതിയ കിതാബ് രണ്ടാമതൊന്നും കൂടി ഓതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇറങ്ങിയങ്ങ് പോകും. ഈ ഓതി തന്നെ ഓതുന്നതെന്ന് ചോദിക്കും. പക്ഷേ ഓരോ ഓത്തിലും എനിക്ക് പുതിയ ഇൽമ കിട്ടി എന്ന് പറയുന്നത് ഷാഫി ഇമാം പറയുന്നത് മുഖത്ത് ഓതിയപ്പോൾ മാലിക്കാം ഞാൻ മനപ്പാടാക്കിയിട്ട് അങ്ങോട്ട് പോയത്. പക്ഷേ ഓരോ ഇരുത്തം ഇരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇൽമ കിട്ടുന്നുണ്ട് തരാം. അതാണല്ലോ ഉസ്താദ്മാർ. വെറും കിതാബിലുള്ള പറയലല്ലല്ലോ, അവർക്ക് ആ ഇൽമ ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇസ്തിംബാത്ത് ചെയ്യുന്ന ഒരുപാട് മസലകൾ പറയും. അങ്ങനെ പഠിച്ച് നന്നായി പഠിച്ച് അതൊക്കെ ഒന്ന് അവിടെ ഒരു മക്കാനത്തിലെത്തിയതിന് ശേഷമാണ് പഴയ കാലത്തൊക്കെ വലിയ കിതാബുകളൊക്കെ മുത്താല ചെയ്യുക എന്നതിലേക്ക് കടക്കാറുള്ളത്. ഇപ്പം എന്ന് പറഞ്ഞാൽ വേഗം യൂട്യൂബിൽ നോക്കുക, അല്ലെങ്കിൽ ഈ AI ഏത് ഒരുത്തം കയറ്റിയതാണ് ഉണ്ടാവുക, അത് നമുക്കറിയില്ല. അതിനിപ്പോൾ നമ്മൾ അതിനെ ആക്ഷേപിക്കുകയല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് കണ്ടെത്തിയിട്ട് അതിൻ്റെ അന്വേഷണം തുടരാം. കിതാബുകളൊക്കെ നോക്കി എന്നിട്ട് ശരിയാക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം. അതിന് മുമ്പ് ഈ AI അടിച്ച് നോക്കിയിട്ടൊന്നും വിഷയങ്ങൾ പറയാൻ പോയത്. അങ്ങനെ പറയുമ്പോൾ അതിൽ ഒരുത്തം കയറ്റി കൊടുത്താൽ അതിലുണ്ടാവുള്ളൂ. നാളെ നമ്മളൊന്ന് കയറ്റി അതും കൂടി അതിലുണ്ടാവും. അല്ലാതെ AI കറാമത്തും വിജയത്തും ഉണ്ടെന്ന് പറയുന്നതല്ലല്ലോ. AI സ്വന്തമായിട്ട് ഇജ്തിഹാദും ചെയ്യുമല്ലോ. അതെ. പിന്നെ ഇബാറത്തുകൾ കുറേ കാണുകയും അത് മാത്രം വെച്ചുകൊണ്ട് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളത് അത്ര പെട്ടെന്ന് കഴിയില്ല. ഇബാറത്തുകൾ കിട്ടിയാലും നമ്മൾ നേരത്തെ പറഞ്ഞ ഉസൂലിയായ കിതാബുകളിൽ പറഞ്ഞ ആശയത്തോട് യോജിക്കുന്നുണ്ടെങ്കിലേ നമുക്കത് അംഗീകരിക്കാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ കിതാബിൽ തന്നെ ആചരിപ്പിശക്ക് വരും, മദ്സൂസ് വരും, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇമാമുടെ ഓസുല്ലാദമിൻ്റെ കിതാബിൽ ഉന്നത്ത് നോക്കിയാൽ അതിൽ കുറേ സംഗതികൾ ഭിന്നാചരണങ്ങൾ മദ്സൂസാണെന്ന് നമ്മുടെ ഉന്നത്തില്ലെന്ന് പറഞ്ഞുകൂട്ടാൽ ശരിയാവും. അതാല് ആള് മൊഹീദ്ദീൻ ശൈഖിലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓരോ കിതാബിൽ വേറെ ആൾ കടത്തിക്കുട്ടിയാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊരു പോക്ക് തന്നെ നമുക്ക് വേണം, കണ്ടെല്ലാം പറയാൻ പറ്റൂല. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നത് സൗദിയിൽ നിന്നൊക്കെ പ്രിന്റ് ചെയ്യുന്നത് മാത്രമല്ല, മടപ്പൂട് തന്നെ അബദ്ധങ്ങൾ കേൾക്കുന്നുണ്ട്. ഷറഹ് മുസ്ലിമിൽ വരെ ഇവർ ഈ പുത്തൻവാദികൾ പല തിരിമറിയും നടത്തിയതായിട്ട് ആ വിഷയം പറയാൻ വേണ്ടി തന്നെ ഒരു ഗന്ധേജി ഒരാളുണ്ട്. ഇപ്പം അടുത്തൊരാൾ സൗദിയിലുള്ളൊരാൾ സാലിഹുൽ ഫൗസാനെ ഉദ്ധരിച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ.
പറയുന്നുണ്ട് ഇത് ഇങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതൊരു സേവനമാണ്. കാരണം ആളുകൾ പിഴച്ചു പോകില്ലല്ലോ. അപ്പോൾ അവരുടെ അഖീദക്ക് അനുസരിച്ചുകൊണ്ട് കിതാബുകളിൽ ആവശ്യമുള്ളത് ഒഴിവാക്കുക. ഇതൊരു അനുസരിച്ച് അതൊക്കെ ഒഴിവാക്കിയാൽ ആളുകൾ ശരിയാവുമല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. സംഗതി പറഞ്ഞ പോലെ കേടില്ലാത്ത പല്ല് അവിടെ വെച്ചിട്ട് കേടുള്ളത് പറിക്കുന്നതിന് പകരം കേടുള്ള പല്ല് അവിടെ വെച്ചിട്ട് കേടില്ലാത്ത പറിക്കുകയാണ്. ചികിത്സാറിനോടൊപ്പം ചികിത്സ അങ്ങനെയല്ല ഉണ്ടാവുക. അപ്പം ഇമാമിങ്ങൾക്ക് തെറ്റിയെന്ന് വിചാരിച്ചിട്ടാ പോരെന്താന്ന് അത് തിരുത്താൻ വന്നത്. അത് ഇബിൻ ബാസിൻ്റെ ഒക്കെ തന്നെ ഇബിൻ ഹജൽ അസ്കലാനി ഒരു സ്ഥലത്ത് അള്ളാഹുവിന് മക്കാനില്ല എന്നൊരു സ്ഥലത്ത് പറയുമ്പോൾ അതാ ഖതഉൻ, ഇത് എന്താണ് ഖതഅൻ, അബദ്ധാണ് എന്ന് അയാൾ ധൈര്യത്തിലൊക്കെ പറയണേ. അയാൾക്ക് ധൈര്യപ്പെടുത്തേരി കാരണം അയാൾക്കൊന്നും അറിയില്ല. ഇബിൻ ഹജൽ അസ്കലാനി തങ്ങളെ ഇൽമും ഇദ്ദേഹത്തിൻ്റെ ഇൽമും തമ്മിൽ തൂക്കിയൊക്കെ കിടക്കും. ആന എണ്ണ കൊട്ടൻ പറഞ്ഞ പോലെ പറയാൻ പറ്റില്ല. അതിനെക്കാണ് എത്രയോ താഴെയല്ലേ. അപ്പം അദ്ദേഹം അങ്ങ് വിധിക്കുകയാണ് എന്ത്, ഇബ്നു ഹജർ അഖീദയെ പേച്ചു, നവീമാവ് പേച്ചു, ഗസാലിമാവ് പേച്ചു, ഇമാം ലഹർമൈനി പേച്ചു റഹ്മത്തുള്ളാഹി അലൈഹി, അങ്ങനത്തെ ഉള്ള പേച്ചു എന്നൊക്കെ വിധിക്കുകയാണ് ഇവരെ വിവരക്കേട് വെച്ചുകൊണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പേത്ത കിതാബും തലേന്ന് വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ റിയാദ് സാലിയിലടക്കം നോക്കിയാൽ അതിൻ്റെ അടിക്കുറിപ്പിലുണ്ടാവും. ഈ അടിക്കുറിപ്പ് എഴുതിയ അധികവും ഈ പുത്തൻവാദികളായിരിക്കും. അപ്പോൾ ആരാണ് ഇത് എഴുതിയത് എന്ന് നോക്കാതെ അടിക്കുറിപ്പ് കണ്ടിട്ടൊന്നും ഒരു സംഗതിയും പറയാൻ പാടില്ല. കാരണം അവർ അതിൻ്റെ അവരാശയം അനുസരിച്ച് ഓരോന്നും കൊണ്ടുപോകാൻ നോക്കും. ബനേതൃതങ്ങൾ തൊഫൻ്റെ തുടക്കത്തിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇത്തിസാലി മദ്ഹബിനെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് സമഖ്ശരി അങ്ങനെ പറഞ്ഞത്, കണ്ടിട്ട് ചിലർ പൊട്ടുപോയി എന്ന് പറയുന്നുണ്ട്. ഈ ഫിഖ്ഹിൻ്റെ വിഷയത്തിൽ 4 മദ്ഹബുകൾ പറയുകയും അതിലൊന്നിനെ തർജീഹ് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഇപ്പോൾ മൊത്തത്തിൽ ഫത്വകളിൽ വ്യാപകമായി കാണുന്നുണ്ട്, ഓൺലൈനിൽ അവൈലബിളായ. ആളുകൾക്ക് ദീൻ എളുപ്പമാണ് എന്ന ഒരു സംഗതി പറഞ്ഞുകൊണ്ട് മദ്ഹബിൻ്റെ കിതാബുകൾ നോക്കുക. മദ്ഹബിൻ്റെ കിതാബുകൾ അങ്ങനെ നമ്മൾ ഷാഫി ഫിഖ് നോക്കുന്നത് പോലെ മറ്റ് ഫിഖുകൾ നോക്കിയിട്ട് കിട്ടിയ ഇബാറത്തുകൾ വെച്ച് പറയുന്ന രീതി, അത് ഇപ്പോൾ കുറച്ച് വ്യാപകമായി കാണുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായി പറഞ്ഞാൽ അതിൻ്റെ ആൾക്കാരൊക്കെ ഈ മദ്ഹബിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവരുടെ ഇഷ്ടത്തിൽ തീരുമാനം നടത്താൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അതേസമയത്ത് മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുന്നതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇന്നിയാ ളുഹ്ർ സ്കെച്ച് ഷാഫി മദ്ഹബ് പ്രകാരമാണെങ്കിൽ എനിക്ക് മാലിക്കി മദ്ഹബ് പ്രകാരം നിസ്കാരവും വളുവും കുളിയും അതിൻ്റെ എല്ലാ ഫർത്തും ഷർത്തും ഒക്കെ എനിക്ക് നന്നായി അറിയുമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ അസ്ർ നിസ്കാരം മാലിക്കി മദ്ഹബ് അനുസരിച്ച് നിസ്കരിക്കാം. അപ്പം ഞാൻ ആ നിസ്കാരത്തിന് സ്വീകരിക്കുന്നത് മാലിക്കി മദ്ഹബാണ്. പക്ഷെ അതിനെന്ത് വേണം? ഞാൻ ചെയ്യുന്നത് ഒതുവെടുത്ത് ഷാഫി മദ്ഹബ് പ്രകാരമായിരിക്കും, ഔറത്ത് മറിച്ചത് ചിലപ്പം ഹംബലി മദ്ഹബ് പ്രകാരമായിരിക്കും, എൻ്റെ നിസ്കാരത്തിൽ ഏതോ ഒരു കാര്യം ചെയ്തത് മാലിക്കി മദ്ഹബ് പ്രകാരമായിരിക്കും. അതുകൊണ്ട് ഞാൻ മാലിക്കി മദ്ഹബ് സ്വീകരിച്ച ആളാവില്ല. ഞാൻ ഒന്നുമില്ലാത്തൊന്ന് സ്വീകരിച്ചവനാകുക, ആരും പറയാത്ത ഒന്നിലേക്ക് ഞാൻ എത്തിച്ചേര. അങ്ങനെ പറ്റൂല. 4 മദ്ഹബും ഹക്കാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നത് ശരിയാണ്. അലോപ്പതിയും ഹോമിയോപ്പതിയും ആര്യവൈദ്യവും അതേപോലെ യുനാനിയും 4 ചികിത്സാ മാർഗങ്ങളാണ്. 4 സർക്കാർ അംഗീകരിച്ചാണ്. പക്ഷേ ഒരാൾ പഥ്യം സ്വീകരിക്കുന്നത് ഡോക്ടറതും മരുന്നുപയോഗിക്കുന്നത് വൈദ്യരതുമായാൽ അപകടം വരില്ലേ? ഇതേപോലെ തന്നെയാണ് എല്ലാം കൂടി കൂട്ടിക്കലർത്തിയിട്ട് കൊണ്ടുപോയാൽ സംഭവിക്കുക. അതുകൊണ്ട് ഒരു വിഷയത്തിൽ ഒരു മദ്ഹബെ സ്വീകരിക്കാവൂന്ന് നേരത്തെ തന്നെ ഇമാമികൾ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ തീർച്ച വരെ ആ മദ്ഹബിനായിരിക്കും. അല്ലാതെ എളുപ്പങ്ങൾ നോക്കി പരതി പിടിച്ചുകൊണ്ട് മനുഷ്യനിക്ക് പഠിച്ചവൻ്റെ മുമ്പിൽ ഒരു പ്രയാസവും സഹിക്കാൻ കഴിയൂല എന്ന നിലക്ക്, ബുദ്ധിമുട്ടൊന്നും വേണ്ടാനുള്ള നിലക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ മഹാ തെറ്റാണ്, അബദ്ധമാണ്, അത് സ്വീകരിക്കാൻ പാടില്ല. പിന്നെ ഒരാളൊരു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയുമ്പോൾ അത് പ്രബലമായ അഭിപ്രായം പറയണമെന്ന്. അപ്പോൾ മദ്ഹബിൽ തന്നെയാണെങ്കിലും ഷാഫി മദ്ഹബിൽ പ്രബലമായത് പറഞ്ഞു കൊടുക്കും. അതേസമയത്ത് പ്രബലമല്ലാത്തൊരു അഭിപ്രായം ഒരു വിഷയത്തിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു അനിവാര്യമായ ഘട്ടമാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല, അതോ എനിക്ക് മറുപടി കൊടുക്കുകയല്ല. നീ അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞിട്ട് അനുവദിക്കുക ഇയാൾക്ക് എന്താ അധികാരം? അതേപോലെ തന്നെ വിധിക്കാനും എനിക്ക് എന്താ അധികാരം? അത് അധികാരമില്ല. അതാണ് ഖളാ ഫത്വക്ക് പറ്റില്ല. അതേസമയത്ത് ഒരാൾക്ക് കുടുങ്ങിയ ഒരു സമയത്ത് ഇങ്ങനൊരു അഭിപ്രായം മദ്ഹബിലുണ്ട്, ചിലരത് സ്വീകരിക്കാറുണ്ട്,
സ്വീകരിച്ചുകൊണ്ട് അത് ചെയ്താൽ കുറ്റക്കാരനാവില്ല എന്നൊക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് ചെയ്യാൻ വേണ്ടി പറയലല്ല, അതേ സമയത്ത് പഠിച്ച ഒരുത്തന് ചെയ്യാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കലാവും, അതിന് കുഴപ്പമില്ല. അത് മനസ്സിലാക്കാണ്ട് അഞ്ഞ് അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ആഖിറത്തിലെത്തുമ്പോൾ ചോദ്യം ഇവനോടായിരിക്കും, നീ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു പറഞ്ഞു, പ്രബലമല്ലാത്തൊരു അഭിപ്രായം അനുസരിച്ച് ചെയ്തു എന്ന് പറയാം. നിനക്കെന്താണ് അതിന് അധികാരം എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അപ്പോഴും ആ മദ്ഹബിനെ പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷമേ അതേ മദ്ഹബിൻ്റെ എല്ലാ വകുപ്പും മനസ്സിലാക്കിയിട്ടില്ല പറയാം. ഫത്വ കൊടുക്കണമെങ്കിലും ഖളാ നടത്തണമെങ്കിലും ശരിക്കും മനസ്സിലാക്കാണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. ഫത്വൽ മുഈനിൽ മാലിക്കി മദ്ഹബിൽ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്ന് മാത്രം പറഞ്ഞു പോയൊരു സംഗതി അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കാതെ പറയുമ്പോൾ അത് മാലിക്കി മദ്ഹബിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ അഭിപ്രായം പറയുന്ന സ്ഥലത്ത് തന്നെ മാലിക്കി ഇമാമിന് അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറയുക. ഖിലാഫല്ലി മാലിക്കിന്ന് അധികവും പറയാം. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞതുപോലെയല്ല നമ്മുടെ മദ്ഹബിലുള്ളത് എന്ന് പറയാം. കാരണം നമ്മൾ ഷാഫി മദ്ഹബ് ആദ്യം അവർ പറഞ്ഞില്ല, ഈ ഫിൽ ഫിഖ് ഷാഫി മദ്ഹബിലുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞില്ല, പിന്നെ അതിൽ മാലിക് മദ്ഹബ് പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ മാലിക് മദ്ഹബിൽ ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് നമ്മളോട് പറഞ്ഞാടെ വെക്കുക. അതെന്തിന് അധികവും പറയുക, മാലിക്കി മദ്ഹബ് പ്രകാരവും ശരിയാകുന്ന രൂപത്തിൽ ചെയ്യട്ടെ വെച്ചിട്ടാണ്. അതാണ് തല മുഴുവനും തടകണം ഒതു കൊടുക്കുമ്പോൾ. ഖുറൂജൻ മിൻ ഖിലാഫി അല്ലെ മനോജബഹു അല്ലെ ഖിലാഫി മാലിക് ഇമാമ് തീർത്തും തടകണമെന്ന് പറഞ്ഞ ആളാണ്. അപ്പോൾ നിങ്ങൾ തീർത്തും തടയിക്കോളൂ, നിങ്ങളിതിനെ കുറച്ച് കേടാൻ പോന്ന് സൂക്ഷ്മത പാലിക്കാനാണ്, അതാണ് ആവശ്യം, അങ്ങനെ വേണ്ടേ. ഷാഫി ഇമാമ് തീർത്തും തടയല്ലാതെ ഒരിക്കലും അല്പം തടയുണ്ടാവില്ല. നോറ സുന്നത്തനുസരിച്ച് തന്നെ തടവുള്ളൂ. അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അധികവും പറയുക. എന്നാൽ ചില സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ തന്നെ ഒരു സ്ഥലത്ത് നോമ്പിൻ്റെ നിയ്യത്തെല്ലാം ഓരോ രാത്രിയും നടത്തണം തന്നെ, എന്നാൽ ഒരാൾ മറന്നുപോയി, നേരം വെളുത്തിട്ട് ഓർമ്മ. ആ നേരം വെളുത്തിട്ട് ഓർമ്മയായാൽ ഉച്ചക്ക് മുമ്പ് നിയ്യത്ത് ചെയ്താൽ മതിയാകും എന്ന മദ്ഹബുണ്ട്. ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് ഒരാൾക്ക് അപ്പോൾ നിയ്യത്ത് ചെയ്തുകൊണ്ട് നോമ്പ് എടുക്കാം എന്നാണ് പറഞ്ഞു വെക്കും. ഇതിന് ആ റമദാനിലെ നോമ്പിൻ്റെ ഹുർമത്തേനെ നഷ്ടപ്പെട്ടു ആയിരിക്കും. എന്നാൽ ഓനിക്ക് ഏറ്റവും ഔലിയായ രൂപത്താണ് ഓൻ അതനുസരിച്ച് നിയ്യത്ത് ചെയ്യുക, എന്നിട്ട് പിന്നെ റമദാനിൻ്റെ ശേഷം നോമ്പ് കളാവും വിട്ടുക. അതാണ്. അപ്പോൾ ഇതായി രണ്ട് മദ്ഹബ് അനുസരിച്ച് ഓനിക്ക് നോമ്പായി. ഈ മദ്ഹബ് അനുസരിച്ച് റമദാനിൽ തന്നെ കിട്ടി, മറ്റേ മദ്ഹബ് അനുസരിച്ച് ഓന് ശരിയായില്ല എന്നുള്ള ധാരണയില്ല, അതും കളാ കിട്ടുകയും ചെയ്തു. ഇതാണ് സൂക്ഷ്മയുടെ മാർഗം. ഇനി അഥവാ ഇനി അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവിടെ കാണാം അത് തഖ്ലീദ് ചെയ്തവന് മാത്രമാണ് അല്ലെങ്കിൽ ഇബാദത്തും ഫാസിഖത്ത് എന്നതിൻ്റെ അർത്ഥം എന്നാ ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് നോമ്പെടുക്കണം. അപ്പോൾ ആ നോമ്പ് സ്വീകരിക്കുന്നത് വേണം. ആ മദ്ഹബിൽ എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, അതിൻ്റെ ഫർദ് എന്താണ്, ശർത്ത് എന്താണ് എന്നെല്ലാം പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ പിന്നെ എന്താവും, അബദ്ധം വരും. അപ്പം നമുക്ക് നോമ്പ് മുറിയാത്ത ചില സംഗതികൾ ഹനഫി നോമ്പ് ഒതുമുറിഞ്ഞു പോകും. അവർക്ക് ചോര പൊട്ടിയാൽ ചിലപ്പോൾ എന്താവും, ഒതുമുറിഞ്ഞ് കയറും, നമുക്ക് മുറിയില്ല. അപ്പം നമ്മൾ ഹനഫി അനുസരിച്ച് വിചാരിച്ചിട്ട് തല കുറച്ച് കൂടുതലൊക്കെ തടയിട്ട് ഒതുവെടുത്തുകൊണ്ട് കാര്യമാവില്ല. എങ്ങനെ പുറത്തുള്ള ബാക്കി കൊണ്ട് പഠിക്കണ്ടേ? ഒരു ഉദാഹരണം പറഞ്ഞു. ഞാൻ മദ്ഹബ് അനുസരിച്ച് ചെയ്യുമ്പോൾ ആ മദ്ഹബ് ശരിക്കും പഠിക്കണം. നമ്മളത് പിന്നെ ഒരേക്ക് പഠിക്കാത്തവനോ പിന്നെ വേറെ അത് അമൽ ചെയ്യാൻ നോക്കുന്നു, വളരെ പ്രയാസമുള്ള കാര്യമാണ്. ഉസ്താദിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്, ഒരു സംഭവം കേട്ടാൽ അത് കണ്ടെത്താൻ വേണ്ടി ഒരുപാട് യാത്ര ചെയ്യുന്നു. തീർച്ചയായും എന്തായാലും നിങ്ങൾക്ക് വേണ്ട ഒരു വസ്തുതാണ്. ഒന്ന് കേട്ടാൽ കേട്ടേമൽ അവിടെ എഴുതി വെച്ചിട്ട് വേഗം പോയി പ്രസംഗിക്കല്ല, അതെവിടെയുള്ളത് നോക്കി കരുതി പിടിച്ച് അതിൻ്റെ അപ്പുറം ഇപ്പുറം നോക്കി നമുക്ക് സ്വന്തം ബോധ്യപ്പെട്ടിട്ടേ പറയാൻ ചെയ്യാവും. കേട്ടാൽ അതിൻ്റെ അപ്പുറം നോക്കണം. മൻമോൾ ഉസ്താദിൻ്റെ ഒരു ചെറിയൊരു ഗ്രന്ഥം വായിച്ചിട്ട് അതിലുള്ള ഇബാറത്ത് മുഴുവനും കണ്ടെത്തണം വിചാരിച്ചിട്ട് എത്ര യാത്ര ചെയ്തു അറിയാം. അങ്ങനെ ഞാൻ കണ്ടല്ലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ അതിൽ മുമ്പർക്കെന്താ ഭാഗത്ത് പറ്റിക്കിട്ടാൽ ഞാൻ യാത്ര പോയിട്ട് പറയുമല്ലോ, അത് പറ്റൂലല്ലോ. അത് സ്വന്തം തന്നെ കണ്ടെത്തണം. അതിനിപ്പോൾ താലിമാണല്ലേ, പിന്നെ താലിമാവും സാധാരണക്കാരനായില്ലേ നമ്മൾ. അത് ചില ഇബാറത്തുകൾ നെല്ലിക്കുത്ത് ഉസ്താദിൻ്റെ അടുത്ത് പോയി ചോദിച്ച സംഭവങ്ങളൊക്കെ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇബാറത്ത് കണ്ടെത്തണം, അവരെ ശ്രമിക്കണം, അത് നമ്മൾ തന്നെ കണ്ടെത്തണം, അതിനുവേണ്ടി ഒരു ശ്രമങ്ങൾ നടത്തണം. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്. ചില സംഭവങ്ങൾ ഉസ്താദ് നെല്ലിക്കുത്ത് ഉസ്താദ് ഒരിക്കലും ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞത് കിതാബിലുണ്ട് തന്നെ, എനിക്ക് കിതാബ് കണ്ടേ പറ്റൂ, നിർബന്ധം പിടിച്ച് ഞാൻ. അപ്പം എന്നോട് പറഞ്ഞ് ഇന്ന് അതിന് പോയാൽ കിട്ടുന്ന പൈസ പകുതി തരുമെങ്കിൽ കാണിച്ചു തരാറ്. എന്നെ അത് പരീക്ഷിക്കാൻ വേണ്ടിയല്ലോ, കുറേ പൈസ കിട്ടേണ്ടിയിട്ടൊന്നുമില്ല. ബാക്കിയുള്ള തീർത്ത് പോയി തരുന്ന ഉസ്താദ് പിന്നെ ഇത് മാത്രം അങ്ങനെ പറയേണ്ടിയില്ലല്ലോ. ഞാനിങ്ങോട്ട് തരുമെന്ന് തന്നെ അങ്ങനെ കാണിച്ചു തന്നു, വേറത്തെ കാണിച്ചു തന്നു, റോയൽ ബാലിൻ്റെ ഒരു വേറത്തെ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുകയും ചെയ്തു. അത്
പ്രോത്സാഹനമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ കാണാണ്ടൊരു സംഗതി പറയാൻ പോയി, കണ്ടാൽ തന്നെയും പിന്നെ അതിൻ്റെ അപ്പുറം ആലോചിക്കണം, അതിനെന്തെല്ലാം മേന വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ആലോചിച്ചിട്ടേ പറയാം. നേരത്തെ പറഞ്ഞതിൽ ഉസ്താദിൻ്റെ കിതാബിൻ്റെ ഇബാറത്തിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞല്ലോ. ഇപ്പം മൗലൂയായ കുറേ കിതാബുകൾ വിദേശ പണ്ഡിതന്മാരുടേത് കിട്ടുന്നുണ്ട്, ഓരോ വിഷയത്തിലും ഇബാറത്തുകൾ ജമ ചെയ്തിട്ടുണ്ട്. അപ്പം അത്തരം കിതാബുകൾ നോക്കുന്ന സമയത്തും ജാഗ്രത വേണം. നമ്മൾ എന്ത് ചെയ്യണം, ആ കിതാബ് പരതിയിട്ട് അതിൻ്റെ ഇബാറത്ത് നോക്കിയെടുത്ത് മനസ്സിലാക്കണം, വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ മറ്റേ മൗലവിമാർക്കെല്ലാം പറ്റുന്ന പോലെ ചിലപ്പോൾ അക്ഷരപ്പശകാണ് കൊണ്ടുപോയിട്ട് പിടിച്ചു എടുത്തെങ്കിലേ മഹാ അബദ്ധമാവും, നേരെ തല തിരിച്ചാവും. നമ്മൾ കണ്ടെത്തണം. വ്യത്യസ്ത വിഷയങ്ങളിൽ ഉസൂൽ ഫിഖിലടക്കം അവർ കിതാബുകൾ രചിക്കുന്നുണ്ട്. അതെ, അവർ കിതാബ് രചിക്കുന്നുണ്ട്. പലപ്പോഴും റാജിഹല്ലാത്തടുത്ത് ഉദ്ധരിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ബിനാദറൊക്കെ എത്ര ശക്തമായിട്ടാണ് പറഞ്ഞത്, നവീമാമിനും ഹാഫിമാമിനും മുമ്പുള്ള നമ്മളെ വലിയ അയിമത്തിൻ്റെ കിതാബ് പോലും നമ്മൾ സ്വീകരിക്കാൻ വളരെ ആലോചിക്കണം എന്നല്ലേ പറഞ്ഞത്. അത് സ്വീകരിക്കണമെങ്കിൽ നവീമാം റാഫിമാം പറഞ്ഞതിന് എതിരാണോ അല്ലേ നോക്കണം. ഓല് പറഞ്ഞതിനെതിരാണ് പിന്നെ അതിന് മുമ്പുള്ളവർ പറഞ്ഞ് നമ്മൾ സ്വീകരിക്കില്ല. അത് കുറേ ആൾ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം ചിലപ്പോൾ ഒറ്റ ഒരാളിൽ നിന്ന് വന്ന നക്കലുകളായിരിക്കും ബാക്കിയല്ലോ. വളരെ ശ്രദ്ധിച്ചിട്ടില്ലേ, ദീനല്ലേ ഇത്, വളരെ ശ്രദ്ധിച്ചിട്ടില്ല കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് അളവാനുള്ള പരിപാടിയല്ലല്ലോ. നമ്മൾ ആഖിറത്തിലെത്തുമ്പോൾ ഇത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. വല്ലൂഫ വല്ലൂ എന്ന് പറഞ്ഞില്ലേ, ചോദ്യം ചോദിക്കുകയും മറുപടിയും പറയുകയും ചെയ്യുന്ന ആളുകൾ പിഴച്ചും പോയി പഴിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞില്ലേ. ഖിയാമത്ത് അലാമത്തായിട്ട് പറഞ്ഞു, വിവരമില്ലാത്തവൻ നേതാവാകും. അവരോട് ചോദ്യം ചോദിക്കുമല്ലോ മറുപടി അറിയും. ചോദിച്ചവനും ചോദിക്കപ്പെട്ടുകൊണ്ട് രണ്ടാളും എന്തായി, പിഴച്ചവനും പിഴപ്പിച്ചവനുമായി എന്നല്ലേ പറഞ്ഞേ. മറുപടി പറയാൻ നമ്മൾ പാരമ്പര്യമായി സ്വീകരിക്കുന്ന വഴിയിൽ തന്നെ നന്നായി അധ്വാനിക്കുക എന്നുള്ളതാണ്. അതെ, അതന്നെ. അല്ലാത്ത നമ്മളെങ്ങനെ വിശ്വസിക്കാം? പാരമ്പര്യമായിട്ട് സ്വീകരിച്ചു വരുന്ന എല്ലാത്തൊന്നും നമ്മളെങ്ങനെ വിശ്വസിക്കാം? ഇൽമുൽ കലാം തജ്ദീദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചർച്ചകൾ പലയിടത്തും ഈ അതുമായി ബന്ധപ്പെട്ടതൊക്കെ കുട്ടികളിങ്ങനെ വായിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പാരമ്പര്യമായി തുടർന്ന് വരുന്ന വഴി അത് ഇൽമുൽ കലാം എങ്ങനെ ചെയ്ത് ഇൽമുൽ കലാം ഇവിടെ പഠിപ്പിച്ച അയിമത്ത് പറഞ്ഞ് എഴുതി രേഖപ്പെടുത്തി പോയത് ഇപ്പം എങ്ങനെ അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ. അത് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കാന്നേ ഓക്കെ. ഓലെ പറഞ്ഞ തന്നെ തിരിയുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. പുതിയ രചനകളൊക്കെ നമ്മൾ ആ രൂപത്തിൽ തന്നെ അടിസ്ഥാനങ്ങൾ കൃത്യപ്പെടുത്തിയിട്ട് തന്നെ സമീപിക്കണം. അവർക്ക് അടിസ്ഥാനം മാറിയിട്ട് പിന്നെ പറയുന്നത് അതാവൂല, വേറെ പുതിയ ആവൂലേ. മൊത്തത്തിൽ പുതിയ മുത്തല്ലിമീങ്ങളോട് ഉസ്താദിന് മുത്തല്ലിമീങ്ങളോട് എപ്പോഴും പറയാനുള്ളത്, ഒന്ന് അള്ളാഹുവിനോട് എപ്പോഴും ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണ്. എന്തിനാണ് അങ്ങനെ പഠിപ്പിച്ച്? നമ്മൾ പഠിക്കുന്ന ഇൽമിന് ഫെയിലാണ്ടായി പോകും. അത് അള്ളാഹു അതിൽ നമ്മളെ രക്ഷപ്പെടുത്തണം. അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് ഖൽബ് തിരിക്കണം എപ്പോഴും. അതേപോലെ അല്ലാഹുമ്മ ജഅൽനാ ഹാദീന മുഹ്തദീന ഗൈറ ളാല്ലീന വലാ മുളില്ലീൻ സിൽമൻ ലി ഔലിയായിക വഅദുവ്വൻ ലി അഅദായിക നുഹിബ്ബു ബിഹുബ്ബിക മൻ അഹബ്ബക വനുആദി ബിഅദാബതിക മൻ അഹബ്ബക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആയാണല്ലോ. അപ്പോൾ നമ്മൾ ഹാദിയും മുഹ്തദിയുമായിട്ട് മുന്നോട്ട് പോകണം. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടണം. അപ്പോൾ അള്ളാഹിനോട് ദ്വാരന്നോട്ടിക്കണം. ഒന്ന്. രണ്ടാമത്തെ, ചിലപ്പോൾ ഏതെങ്കിലും വിദേഹത്തുകാരുടെയോ പിഴച്ച ആളുകളുടെയോ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അള്ളാഹു ഇത് നോക്കിയിട്ട് എന്നെ നീ പിഴപ്പിക്കരുതേ എന്ന് പടച്ചവനോട് ദ്വാ ചെയ്തുകൊണ്ട് ഒരു രോഗിയെ, ഒരു പകർച്ചവ്യാധിയായ പകർച്ചയുള്ളൊരു രോഗിയെ ഒരു ശുശ്രൂഷിക്കുന്ന ഡോക്ടർ ഈ രോഗം എനിക്ക് പകരരുതേ അള്ളാഹ്, ഞാൻ ഇയാളെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കാൻ വേണ്ടി ഇയാളായിട്ട് ഇടപെടുകയാണ് എന്ന് പേടിച്ചുകൊണ്ടാണല്ലോ അയാൾ ആ ചികിത്സ നടത്തുന്നത്. ഇതുപോലെ ഈ ലലാലത്ത് എന്നിലേക്ക് പകരരുത്, എനിക്ക് ആ മുൻഗാമികളെ സിറാത്തുല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ അമീങ്ങളായ മഹാന്മാരുടെ വഴിയിൽ തന്നെ മാറ്റരുത് എന്ന് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം മുഹ്തദീൻ്റെ കിതാബ് പോലും നമ്മൾ നോക്കുന്നത്, വായിക്കുന്നത്. അതിലെന്തോ ശരിയുണ്ടോ നോക്കാൻ വേണ്ടിയാണ് വായിക്കുന്നതിന് വേണ്ടി ഈമാൻ അപ്പം തന്നെ പോയി. കാരണം അവൻ്റെ വിശ്വാസം പോയില്ലേ. അതിലെന്തോ ശരിയുണ്ടോ എന്ന് വെച്ചാൽ ഞാനുള്ള സംശയം വന്നില്ല. പിന്നെ അവൻ്റെ ഈമാൻ തന്നെ ഉറപ്പല്ലേ, അത് തസ്ദീഖല്ലേ, ഉറപ്പിക്കലല്ലേ. ഉറപ്പ് പോയില്ലേ, പിന്നെ അവനിക്ക് ഈമാൻ ഉണ്ടോ? അവൻ്റെ ഈമാൻ അവിടെ തന്നെ പോയില്ലേ. അപ്പം അതിലെന്തോ ശരിയുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒരൊറ്റ മുഹ്തദീൻ്റെയും ഒരു പിഴച്ചവൻ്റെയും ഒരു ഗ്രന്ഥവും അതിൽ ശരിയുണ്ടോ എന്ന് നോക്കിയിട്ട് വായിക്കാൻ പാടില്ല. അതിൽ ശരിയില്ല എന്ന് ഉറപ്പിച്ചിട്ട് അതിലുള്ള ശരിയില്ലായ്മകളെ കണ്ടെത്തി അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ
തുടങ്ങുമ്പോൾ തന്നെ നമ്മളെ എന്തോ 100 പോയി. പിന്നെ ഇരുട്ടിലാണ് നമ്മൾ തപ്പുന്നത്. അപ്പോൾ എപ്പോഴും അപകടത്തിലേക്ക് പോയി ചാടും. അവസാനമായിട്ട് ഈ ഉസ്താദ് കുറേ കാര്യങ്ങൾ സംഘടന, അതേപോലെ സ്ഥാപനം, ഇതിൻ്റെയൊക്കെ വയല്, ദർസ്, ഇതിനൊക്കെ ഇടയിൽ ഉസ്താദിൻ്റെ മുത്താല ഉസ്താദ് സമയം കണ്ടെത്തുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ സമയം കണ്ടെത്തുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാനൊരു കാര്യം അറിയണം എന്ന് വിചാരിച്ചാൽ അതിനങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് അങ്ങോട്ട് നോക്കും. അത് രാത്രിയും പകലും ഒക്കെ ഇരുന്ന് നോക്കും. അതിന് കിതാബ് എവിടെയുള്ള വെച്ചാൽ സംഘടിപ്പിക്കാൻ നോക്കും. എന്നിട്ട് ഇരുന്ന് നോക്കും. പിന്നെ പോകുന്ന വഴിക്കൊക്കെ യാത്രയിലെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതിനൊരു മടിയും എനിക്ക് തോന്നലില്ലായി. ഇപ്പം ഇങ്ങനെ ആരോഗ്യം കുറയുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണം കൊണ്ടുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ കിതാബ് നോക്കുക തന്നെ അത്ര മനസ്സിന് സന്തോഷമല്ല, റാഹത്തുള്ള വേറൊരു സംഗതി ഇല്ല. അയിമത്തിൻ്റെ കിതാബ് നല്ലോണം നോക്കും. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇൽമു കിട്ടുള്ളൂ. അത് ഒന്ന് നമ്മളെ നഫ്സ് നന്നാൻ വേണ്ടിയായിരിക്കണം, ഖൽബ് നന്നാൻ വേണ്ടി അങ്ങനെ നോക്കണം. രണ്ടാമത്തെ നമ്മളെ യാഥാർത്ഥ്യം കണ്ടെത്തി ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നിയത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അള്ളാഹു തആല നമ്മളെ സഹായിക്കും. പല സംഗതികൾ നമ്മളെ ഉസൂല് വെച്ച് സംസാരിക്കും, ശരിയല്ല എന്ന് പറയും. നമ്മൾ ഉസൂല് കൊണ്ട് പറയണം, അല്ല താനെ സ്വന്തത്തിൽ വെറുതെ അങ്ങ് പറയല്ല. നമ്മൾ പഠിച്ച ഉസൂലനുസരിച്ച് ശരിയല്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അതിന് ചിലപ്പോൾ വിമർശനങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ കിതാബ് കരുതിയാൽ ശരിക്കും നമ്മൾ പറഞ്ഞ പോലെ കിതാബിൻ്റെ ഭാഗത്ത് നമുക്ക് അള്ളാഹു എത്തിച്ചു തരും. അങ്ങനെ എത്രയോ അനുഭവം ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഉസൂല് നിന്ന് സംസാരിക്കുന്നുണ്ടാവും. ഉസൂല് നമ്മൾ തെറ്റിയിട്ട് പറഞ്ഞാൽ നമ്മളും അതേപോലെ തന്നെ ചാടി വരുന്നുണ്ടാവും. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും ആഫിയായി കൊണ്ട് തരട്ടെ. നമ്മൾ മുത്താലിമിയൊക്കെ നന്നായിട്ട് കിതാബൊക്കെ മുത്താല ചെയ്ത് അടുത്ത ഭാവിയിലുള്ള തലമുറയെ ഇവിടെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്താനുള്ള തൗഫീഖ് അള്ളാഹു മുത്താലിമിയൊക്കെ എല്ലാവർക്കും നൽകട്ടെ. ഈ ദുനിയാവിൻ്റെ ഈ പളവളപ്പിൽ പെട്ട് ഇങ്ങനെയുള്ള സമയമൊക്കെ എന്തെല്ലോ നോക്കി, എന്തിലെല്ലോ പങ്കെടുത്ത്, ഏതെല്ലാമോ ചർച്ചയിലായി, അങ്ങനെ നഷ്ടപ്പെട്ടു പോകാത്ത വിധത്തിൽ ഇൽമു പഠിക്കാനും പഠിച്ച് പ്രചരിപ്പിക്കാനും അള്ളാഹു അവർക്കും നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. اللهم اجعلنا هادين مهتدين غير ضالين لا مضلين سلما لأوليائك وعدوا لأعدائك نحب بحبك من نحبك ونعادي بعداوتك من نخالفك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. اللهم اسلك بنا مسالك علمائك العاملين المخلصين يا ذا الجلال والإكرام. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله.